With Farmer Allen at the farm abode William and Dora. William was his son and she his niece. He often looked at them and often thought, I will make them man and wife. Now Dora felt her uncle's will in all and yearned towards William but the youth because he had been always with her in the house, thought not of Dora. Then there came a day when Allen called the son and said, My son, I married late, but I would wish to see my grandchild on my knees before I die. And I have set my heart upon a match, and now therefore look to Dora, she is well, to look to Thrifty too beyond her age. She is my brother's daughter, he and I had once hard words and parted, and he died in foreign lands. But for the sake I bred her daughter Dora, take her for your wife. Warm welcome to ELP English Learning Program of Comrade Media. Today I am before you with a special program. That is I acquaint you with the art of storytelling. But the item presented here is a poem with a good story. It was written by Alfred Lord Tennyson. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന കവിയാണ്, വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് കവി. അദ്ദേഹം എഴുതിയ ഡോറ എന്ന നറേറ്റീവ് പോയം, കഥ പറയും കവിത, വളരെയധികം വരികളുള്ള കവിതയാണ്. ടെന്നിസിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞാലേ കുട്ടികൾക്കത് പ്രയോജനപ്പെട്ടു. അതായത് നമ്മുടെ മലയാളത്തിലെ കവിത്രയങ്ങൾ എന്ന് പറയുന്നത് പോലെ 19ാം നൂറ്റാണ്ടിൽ, 19ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1800-കളാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടെന്ന് പറയുമ്പം നമ്മുടെ 20 വെച്ച് തുടങ്ങുന്നതാണല്ലോ, ഒരെണ്ണം അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ 19th സെഞ്ച്വറി എന്ന് പറയുന്നത് നമ്മൾ 18 തുടങ്ങുന്നതാണ്. 18 through 1899 കംപ്ലീറ്റ് ആ കാലഘട്ടം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ക്വീൻ വിക്ടോറിയ ആയതുകൊണ്ട് ഈ കാലഘട്ടത്തെ വിക്ടോറിയൻ ഇറ എന്നാണ് ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 3 വിക്ടോറിയൻ പോയറ്റ്സ്. ടെന്നിസൺ വാസ് വൺ ഓഫ് ദി ത്രീ ഗ്രേറ്റസ്റ്റ് വിക്ടോറിയൻ പോയറ്റ്സ് ഓഫ് വിക്ടോറിയൻ ഇറ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് പീരീഡ് 1809 ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി ഓർ വിക്ടോറിയൻ ഇറ 1809 തൊട്ട് കംപ്ലീറ്റ് കവർ ചെയ്യും, ഏറെക്കുറെ 1892 വരെയാണ്. ദിസ് പോയം ഹാസ് എ സ്പെഷ്യാലിറ്റി. ഇത് നമ്മുടെ കഥയാണെന്ന് നമുക്ക് തോന്നും. ഈ ഒരു കഥ, അതായത് നമ്മുടെ കേരള കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാം. ആ ഓരോ കാലത്തെ ലിറ്ററേച്ചർ അക്കാലത്തെ ലൈഫിനെ, ആ സ്ഥലത്തെ ആ കാലത്തെ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സംസ്കാരം ക്ലീനായിട്ട് ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. കഥാപാത്രങ്ങളും ജീവിത രീതികൾ, അഗ്രികൾച്ചറൽ ഓക്കുപ്പേഷൻ, ഇതെല്ലാം ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ കഥയിലേക്ക് വരികയാണ്. ഈ കഥയിലെ ഹീറോയിൻ അഥവാ നായിക എന്ന് പറയുന്നത് ഡോറ എന്ന ഒരു നാടൻ പെൺകുട്ടിയാണ്. The story takes place in a village or a hamlet, you can say. ഹാംലെറ്റ് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് അല്ല, നമ്മൾ മലയാളത്തിൽ കുഗ്രാമം എന്ന് പറയുന്നതാണ്. ഹാംലെറ്റ് ഒരു കുഗ്രാമം തന്നെയാണ്. അപ്പോൾ അന്നത്തെ ജനങ്ങളുടെ ആ ഓക്കുപ്പേഷൻ മെയിൻലി അഗ്രികൾച്ചറാണ്. ഈ ഡോറ എന്ന് പറയുന്ന പെൺകുട്ടി, ഷീ ഈസ് ലിവിങ് വിത്ത് ഹെർ അങ്കിൾ. വൈ? Her parents are no more. So, her uncle is rearing her, bringing her up from her early childhood. കുട്ടിക്കാലം തൊട്ടേ അങ്കിളിനോടൊപ്പമാണ് അവൾ താമസിക്കുന്നത്. The uncle also has a son. His name is Williams. Uncle's name Allen. അലൻ എന്നാണ്
അങ്കിളിൻ്റെ പേര്. ആ അങ്കിൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പണ്ടത്തെ ചെറിയ കർക്കശ സ്വഭാവമുള്ള ആ അമ്മാവന്മാരുടെ ഒരു ലക്ഷണമാണ്. ആ സ്വഭാവമൊക്കെ അവിടെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നോക്കുക, അലൻ വാസ് an affluent landlord and farmer or peasant. അലൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഞാനത് പറയട്ടെ. അലൻ വാസ് എ വെരി സ്ട്രിക്റ്റ്, irascible, outwardly apparently harsh man. അലൻ എങ്ങനെയാണ്? ഒന്ന്, ഇറാസ്കിബിൾ എന്ന വാക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇറാസ്കിബിൾ എന്ന് പറഞ്ഞാൽ മുൻകോപി എന്നർത്ഥം. ഹോട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നതിന് കറക്റ്റ് ഒരു വേർഡാണ്. പുതിയ പുതിയ വാക്കുകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, കഥ കേൾക്കുകയും ചെയ്യാം. ഇറാസ്കിബിലിറ്റിയാണ് മുൻകോപം. ഇറാസ്കിബിൾ അഡ്ജക്റ്റീവാണ്. ഇറാസ്കിബിൾ ആണ് അലൻ. സ്ട്രിക്റ്റ് ആണ്, കർക്കശ സ്വഭാവമാണ്. മൂന്നാമത്തെ കാര്യം നോക്കുക, അപ്പേറൻ്റ്ലി റാഷ്. അവിടെ ഒരു വടിവരയിടണം. പുറമേ പരുക്കനാണ്, ഉള്ളിൽ സ്നേഹമുണ്ട്. ആരും അതറിയില്ല. പഴയ കാരണവന്മാരുടെ സ്വഭാവം അതാണ്. ഇനി അടുത്ത ഒരു സ്പെഷ്യൽ തിങ് ഞാൻ പറഞ്ഞു, കേരളത്തിലെ കൾച്ചർ അവിടെ എങ്ങനെ വന്നു നമ്മൾ അതിശയിക്കുകയാണ്. കസിൻ മാരേജ് ആണ് അവിടെ നിലനിന്നത്. ക്രിസ്ത്യൻസിനിടയിൽ പോലും കസിൻ മാരേജ് ഉണ്ടായിരുന്നു. കസിൻ മാരേജ് ഇപ്പോഴും ഹിന്ദുസ് മനസ്സിലാക്കി വരുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് വളരെ അൺഹെൽത്തിയും ഡേഞ്ചറസുമാണ്. ജീനിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് റിലേഷൻ തന്നെ ഉള്ളവർ മാരേജ് ചെയ്യാൻ പാടില്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. സ്വത്തങ്ങും പോകരുത്. ഇതും ഒരു ഭയങ്കര ലാൻഡ് ഓണറാണ്, ഭൂവുടമയാണ്. ഏക്കർ കണക്കിന് വീറ്റ് ഫീൽഡ് അദ്ദേഹത്തിനായിട്ടുണ്ട്. ഫാം, വലിയ ഫാമിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മാളിക. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അന്ന് കസിൻ മാരേജ് ഉണ്ടായിരുന്ന എനിക്ക് ക്യൂരിയസ് ഫാക്ട് വേറൊന്നുണ്ട്. ആ ക്യൂരിയസ് ഫാക്ട് എന്ന് വെച്ചാൽ, അതായത് ഈ കസിൻ മാരേജ് എന്ന് പറയുന്നത് മുറപ്പെണ്ണ മുറച്ചെറുക്കൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനകത്തെ പ്രശ്നം, നമ്മൾ ഇവിടെ കസിൻ മാരേജ് എന്ന് പറയുന്നത് അച്ഛൻ്റെ സിസ്റ്ററോ അമ്മയുടെ ബ്രദറോ അവർക്കുണ്ട കുട്ടികളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറെ കൂടെ തീവ്രമാണ്. അച്ഛൻ്റെ അനിയനോ ചേട്ടനോ വന്നാലും അവരുടെ മക്കൾ മുറയായി വരും. അതിവിടെ കാണും. അലൻ്റെ മകൻ വില്യംസിനെക്കാട്ടിൽ 2 വയസ്സിനുള്ളതാണ് ഡോറ. ഇപ്പോൾ ഈ വരികൾ പറഞ്ഞുകൊണ്ട് ആദ്യ സംഭവം ഞാൻ ഈ വരികളൊന്ന് പറയാം. വിത്ത് ഫാർമർ അലൻ അറ്റ് ദി ഫാം എബൌട്ട് വില്യം ആൻഡ് ഡോറ. വളരെ സിമ്പിളാണ്. വിത്ത് ഫാർമർ അലൻ ഇൻ ഹിസ് ഫാം എബോർഡ്. ഫാർമർ അലനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിൽ താമസിച്ചിരുന്നു. എബോർഡ് മീൻസ് ലിവ്ഡ്, LIVED. അപ്പോൾ വിത്ത് ഫാർമർ അലൻ ഇൻ ഹിസ് ഫാം എബോർഡ് വില്യം ആൻഡ് ഡോറ. നല്ല പോയിന്റില്ല വന്നത്. അപ്പം തൻ്റെ ഫാമിൽ നടുക്ക് ഒരു വലിയ മാളിക. ആ മാളികയിൽ അലനോടൊപ്പം, ഫാർമറായ അലനോടൊപ്പം, പെസൻ്റായ അലനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും നീസ് അനന്തരവൾ ഡോറയും വില്യവും താമസിച്ചിരുന്നു. വില്യം വാസ് ഹിസ് സൺ ആൻഡ് ഷീ ഹിസ് നീസ്. NIECE, നീസ് അനന്തരവളാണ്. അപ്പോൾ അനന്തരവൾ നമ്മൾ അങ്കിൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ചിറ്റപ്പൻ വലിയച്ഛൻ ഇതെല്ലാം അങ്കിളാണ്. അതുപോലെ അനന്തരവൻ എന്ന് പറയുന്നതിന് നെവ്യൂ എന്നാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് ഫെമിനിൻ ജെൻഡറാണ്. നീസ് അനന്തരവൾ. അനന്തരവൻ എന്ന് പറയുമ്പോൾ NEPHW. സിബ്ലിങ്സിൻ്റെ മക്കളെല്ലാം നമുക്ക് നീസും നെവ്യുവുമാണ്. നീസ് ആൻഡ് നെവ്യൂ. ഹി ഓഫൺ ലുക്ക്ഡ് അറ്റ് ദം ആൻഡ് ഓഫൺ തോട്ട്. ഈ കൊച്ചുനാളിൽ തന്നെ ഇയാൾക്ക് പുറമെ റാഷാണെങ്കിലും അയാൾക്ക് ഈ കുട്ടിയെ വലിയ ഇഷ്ടമാണ്. പുള്ളിയുടെ അനുജൻ്റെ മകളാണ്. പക്ഷേ ഇയാൾ ഓഫൺ ലുക്ക്ഡ് അറ്റ് ദം. ഇവർ കൊച്ചുനാളിൽ കളിച്ച് നടക്കുമ്പം ഈ മനുഷ്യൻ ആ കുട്ടികളെ ഇങ്ങനെ നോക്കി അവരുടെ മുമ്പിൽ പുഞ്ചിരിക്കത്തില്ല. അയാൾ മനസ്സിൽ ചിന്തിച്ചു. ആൻഡ് ഓഫൺ തോട്ട്, ഐ വിൽ മേക്ക് ദം മാൻ ആൻഡ് വൈഫ്. അവർ വളർന്നു വരട്ടെ, ഞാൻ അവരെ ഭാര്യയും ഭർത്താവുമാക്കും. മാൻ ആൻഡ് വൈഫ് മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഐ വിൽ മേക്ക് ദം മാൻ ആൻഡ് വൈഫ് എന്ന് അദ്ദേഹം കൂടെ ചിന്തിച്ചു. നൗ ഡോറ ഫെൽറ്റ് ഹർ അങ്കിൾസ് വിൽ ഇൻ ആൾ. നോക്കുക, കൊച്ചു പെൺകുട്ടിയാണ്. അവൾ ആദ്യമൊക്കെ ഇൻഡയറക്റ്റായിട്ടും പതുക്കെ ഡയറക്റ്റായിട്ടും ഈ അവൻ തൻ്റെ ഡിസയർ സൂചിപ്പിച്ചു. പെൺകുട്ടികളുടെ മനസ്സാണ്, ഫെമിനിൻ സൈക്കോളജിയാണ്. അവൾ വിചാരിച്ചു, ശരിയാണ്, ഇദ്ദേഹമായിരിക്കും എൻ്റെ ഹസ്ബൻഡായി ഭാവിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഷീ ഫെൽറ്റ് ലൈക്ക് ഹിം, ഫെൽറ്റ് ഹർ അങ്കിൾസ് വിൽ ഇൻ ആൾ. അവളുടെ അങ്കിളിൻ്റെ ആഗ്രഹം തന്നെ അവളുടെ ഉള്ളിൽ അത് കൊണ്ടു. ആൻഡ് സ്റ്റാർട്ടഡ്
ഇൻവേർഡ്ലി വർഷിപ്പിംഗ് വില്യം ഇതറിയുന്നില്ല. ഹീ കുഡ് തിങ്ക് ഓഫ് ഹർ ഓൺലി ആസ് ഹിസ് ഓൺ സിസ്റ്റർ, നോട്ട് ആസ് എ വൈഫ്. വളർന്നു വരികയാണ് കുട്ടികൾ. അവന് ഈ കുട്ടിയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഡോറ ഇൻവേർഡ്ലി ഉള്ളിൽ അവൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് അഡോറിങ് മീൻസ് വർഷിപ്പിംഗ്. അവൾ ഇദ്ദേഹത്തെ ആരാധിച്ചു വന്നു. ആൻഡ് ഏൺഡ് ടുവേഴ്സ് വില്യം, ഷീ ഏൺഡ് ഫോർ വില്യം. വളർന്നു വന്ന് വില്യത്തിനെ സ്വന്തമായി കിട്ടാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. ഏൺഡ് മീൻസ് ഡിസൈഡ് മച്ച് ടു ഗെറ്റ് വില്യത്തിനെ കിട്ടുവാൻ അവൾ അപാരമായി ആഗ്രഹിച്ചു. ബട്ട് ദ യൂത്ത് ഹിയർ മീൻസ് വില്യം, ബിക്കോസ് ഹി ഹാഡ് ബീൻ ആൾവേസ് വിത്ത് ഹർ ഇൻ ദി ഹൗസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഹാഡ് ബീൻ ആൾവേസ് വിത്ത് ഹർ ഇൻ ദി ഹൗസ്. എപ്പോഴും ഈ വീട്ടിൽ അവളോടൊപ്പമല്ലേ, അവളോടൊപ്പം കളിക്കുന്നു, ചിരിക്കുന്നു, ഡൈനിങ് വിത്ത് ഹർ, പ്ലേയിങ് വിത്ത് ഹർ, സ്പെൻഡിങ് മച്ച് ഓഫ് ഹിസ് ടൈം വിത്ത് ഹർ. അതുകൊണ്ട് അവളെ ഒരു ഭാര്യയായി കാണാൻ ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ഹി ഹാഡ് ബീൻ ആൾവേസ് വിത്ത് ഹർ ഇൻ ദി ഹൗസ്. തോട്ട് നോട്ട് ഓഫ് ഡോറ ആസ് ഹിസ് വൈഫ്. അത് അണ്ടർസ്റ്റുഡ്. ആസ് ഹിസ് വൈഫ് എന്ന് കവിതയിലില്ല. ബാക്കി നമ്മൾ വരികൾക്കിടയിൽ കൂടി വായിക്കുകയും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കവിയുടെ മനസ്സിലുള്ളത് നമ്മൾ സപ്ലൈ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് കവിത പഠിക്കുന്നത്. തോട്ട് നോട്ട് ഓഫ് ഡോറ ആസ് എ വൈഫ്. ഇത്രയാണ് പ്രശ്നം. ദെൻ ദെയർ കെയിം എ ഡേ. അങ്ങനെ എനിക്കൊരു ദിവസം വന്നു. ദെൻ ദെയർ കെയിം എ ഡേ. വാട്ട് ഹാപ്പൻഡ്? ദെൻ ദെയർ കെയിം എ ഡേ വെൻ അലൻ കാൾഡ് ഹിസ് സൺ ആൻഡ് സെഡ്. അലൻ തൻ്റെ മകനെ വിളിച്ചു. അവന് പ്രായപൂർത്തിയായി വരുന്നു. അന്നത്തെ പ്രായപൂർത്തിയൊന്നും ഇന്നത്തെ പോലൊന്നുമല്ല. 10-17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആണുങ്ങൾക്കും 10-14 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾക്കും വിവാഹപ്രായമായതായിട്ടാണ് വയ്പ്പ്. ഇന്നത്തെ രീതിയല്ല. പണ്ടത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്. ഗാന്ധിജി 13-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ കസ്തൂർബയ്ക്ക് എത്ര വയസ്സ് കാണും? അപ്പോൾ ഒരു ദിവസം മകനെ വിളിച്ചു. ഹി കാൾഡ് ഹർ സൺ ആൻഡ് സെഡ്, മൈ സൺ, ഐ മാരിഡ് ലേറ്റ്. ഓ, നമ്മുടെ സാധാരണ അമ്മമാർ പറയുന്ന പോലെ, എടാ ഞാൻ ഒരുപാട് താമസിച്ച കല്യാണം കഴിച്ചേ, അതുപോലെ ആവരുത് നീ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തണം. അപ്പോഴത്തേക്ക് മനസ്സിലായി കല്യാണം കഴിക്കാൻ പറയാൻ പോവുക. ആദ്യം പറയുന്നത് അങ്ങനെ, മൈ സൺ, ഐ മാരിഡ് ലേറ്റ്, ബട്ട് ഐ വുഡ് വിഷ് ടു സീ മൈ ഗ്രാൻഡ് ചൈൽഡ് ഓൺ മൈ നീസ് ബിഫോർ ഐ ഡൈ. ചാവുന്നതിന് മുമ്പ്, ബിഫോർ ഐ ഡൈ, ഐ വുഡ് ലൈക്ക് ടു സീ മൈ ഗ്രാൻഡ് ചൈൽഡ് ഓൺ മൈ നീ. KNW, നീ മുട്ടെന്ന ഇവിടുത്തെ അർത്ഥം ലാപ്പ്, നമ്മുടെ ലാപ്ടോപ്പർ മടി. എൻ്റെ മടിയിൽ എൻ്റെ പേരക്കുട്ടിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു സീ, ഐ മാരിഡ് ലേറ്റ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ മൈ ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ചൈൽഡ്, സൺ ഓർ ഡോട്ടർ, ഓൺ മൈ നീ, ഓൺ മൈ ലാപ്പ് ബിഫോർ ഐ ഡൈ. ഇത്രയും പറഞ്ഞു മുഖവുരയായി. ആൻഡ് ഐ ഹാവ് സെറ്റ് മൈ ഹാർട്ട് അപ്പോൺ എ മാച്ച്. മാച്ച് മീൻസ് എ പെയർ. ഞാൻ എൻ്റെ മനസ്സ് പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയുള്ള ജോഡിയിൽ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നല്ല അച്ഛനും അമ്മയും പറയുന്നതാണ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ഫിക്സ്ഡ് മൈ മൈൻഡ് അപ്പോൺ എ സ്യൂട്ടബിൾ പെയർ ഫോർ യു ഓർ എ സ്യൂട്ടബിൾ സ്പൗസ് ഫോർ യു. സ്പൗസ് എന്നതേക്ക് ഓർക്കുക. നിനക്ക് പറ്റിയ ഒരു ഇണയിൽ ഞാൻ എൻ്റെ മനസ്സ് പതിപ്പിച്ചിട്ടുണ്ട്. അവൻ ഞെട്ടിപ്പോവുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വരികൾ കേട്ടപ്പോൾ. Now therefore look to Dora. നീ ഡോറയെ നോക്കൂ. അവനാ ഫസ്റ്റ് ഷോക്കായി. അതുകൊണ്ട് നീ ഡോറയെ നോക്കൂ. ഷീ ഈസ് ഗുഡ് ടു ലുക്ക് ടു. കവിതയിലെ വരികൾ തന്നെയാണ് ഞാൻ പറയുന്നത്. Now therefore look to Dora. കണ്ടോ? Therefore look to Dora. ലുക്ക് അറ്റ് അല്ല, കവിതയിൽ പ്രിപ്പോസിഷന് അല്പം മാറ്റം വരുന്നത് പോയറ്റിക് ലൈസൻസ് എന്നാണ് പറയുന്നത്. ലുക്ക് ടു ഡോറ. ഷീ ഈസ് ഗുഡ് ടു ലുക്ക് ടു. ഷീ ഈസ് ഗുഡ് ടു ലുക്ക് ടു. കാണാൻ കൊള്ളാവുന്ന പെണ്ണ. എൻ്റെ അനിയൻ്റെ മകളാണ്. കാണാൻ കൊള്ളാത്ത പെൺകുട്ടിയാണ്. ആൻഡ് അടുത്ത ഗുണം എല്ലാ പെൺകുട്ടികൾക്കും പണ്ടുള്ള കുടുംബങ്ങളിൽ ആഗ്രഹിക്കുന്നതാണ്. ആ ഗുഡ് കൊണ്ട് ദാറ്റ് ഈസ് ത്രിഫ്റ്റി ടു ബിയോണ്ട് ഹെർ ഏജ് എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ത്രിഫ്റ്റി ടു ബിയോണ്ട് ഹെർ ഏജ്. വാട്ട് ഈസ് ഇറ്റ്? ത്രിഫ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം അല്പം എക്സ്റ്റെൻസീവാണ്. അതൊന്ന് മനസ്സിലാക്കുക. ത്രിഫ്റ്റി എന്ന് പറഞ്ഞാൽ നെയ്തർ മൈസർലി നോർ എക്സ്ട്രാവഗന്റ്. ധാരാളിയുമല്ല പിശുക്കുമല്ല. അതിനിടയ്ക്ക്. അതാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു വീട്ടമ്മയായി വരുന്ന പെൺകുട്ടിക്ക് വേണ്ടത്. ധാരാളിത്തം കാണിക്കാൻ പാടില്ല, പിശുക്കും കാണിക്കരുത്.
ഒരു ബാലൻസിൽ വീട്ടുകാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഫിനാൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അന്നത്തെ കാലത്ത് വീട്ടിൽ വരുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ ഇവൾ തൃപ്തിയാണ്, മിതവ്യയമുള്ളവളാണ്. എന്നല്ല മലയാളം, മിതവ്യയം ഉള്ളവരാണ്, പിടിപ്പുള്ളവളാണ്. കാശിൻ്റെ കാര്യത്തിൽ പിടിപ്പുള്ള, അങ്ങനെ കണ്ടമാനം കളയത്തില്ല. അപ്പം അവിടെ കാണാനും കൊള്ളാം, മിതവ്യയം, കാശ് പിടിച്ച് ചിലവാക്കാൻ അറിയുന്നവളുമാണ് അവൾ. അപ്പോൾ അറിയുന്ന എന്ത് മനസ്സിലാക്കാം, ഇപ്പോഴും അവൾ തന്നെയാണ് വീട്ടിലെ ഫിനാൻസും പർച്ചേസിങ്ങും ഷോപ്പിങ്ങും എല്ലാം നടത്തുന്നത്. അവൾ തന്നെ, അവളിൽ കൂടിയാണ്, അത്ര മിടുക്കിയാണ് അവൾ. അതുകൊണ്ടാണ് അവൾ തന്നെ മരുമകളാകണം എന്ന് ഇദ്ദേഹത്തിന് തോന്നിയത്. മാത്രവുമല്ല, ഒരു കുറ്റബോധം കിടക്കുന്നു. ഇവളുടെ അച്ഛനും ഇവരും ഞങ്ങൾ പിണങ്ങി, അവൻ വിദേശത്ത് മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവൾ, അമ്മയും മരിച്ചു കഴിഞ്ഞപ്പം ഇവളെ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് വളർത്തുകയാണ്. എല്ലാ രീതിയിലും ഇവളെ തന്നെ ഇവിടെ ഈ വീട്ടിൽ വളർത്തണം, ഈ വീട്ടിൽ അവൾ വീട്ടമ്മയാവണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവന് പറ്റിയ ഇണയായിരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് തോന്നിയത്. പക്ഷേ പുറത്ത് വളരെ കർക്കശൻ, കാടനാണ്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ട്, നമ്മുടെ അഞ്ഞൂറാൻ്റെ കൂട്ട്, ചാക്കോ മാഷിൻ്റെ കൂട്ട്, സ്ഫടികം, അതൊക്കെ നിങ്ങൾ ഓർക്കുക. ഇവരൊന്നും ദുഷ്ടന്മാരല്ല. അപ്പേരൻ്റലി റാഷ്, ഞാൻ അപ്പേരൻ്റലി പറഞ്ഞു, ഔട്ട് വേർഡിൽ. എന്തായാലും നോക്കുക, ഷീ ഈസ് ഗുഡ് ടു ലുക്ക് ടു ആൻഡ് ത്രിഫ്റ്റി ടു ബിയോണ്ട് ഹെർ ഏജ്. പ്രായത്തിനപ്പുറം മിടുക്കുള്ളവളാണ് കാശ് കൈകാര്യം ചെയ്യുന്നത്. ബിയോണ്ട് ഹെർ ഏജ് ആണ്, പ്രായത്തിനപ്പുറം എന്ന് പറഞ്ഞു. ഷീ ഈസ് മൈ ബ്രദേഴ്സ് ഡോട്ടർ. ഇവളാണ് അത് അൺവെയിൽ ചെയ്യുന്ന കഥ. ഇവളെൻ്റെ, അവന് പോലും അറിഞ്ഞോളൂ, ഇങ്ങനെ പറഞ്ഞവരുമില്ലേ, ഇവളെൻ്റെ ബ്രദറിൻ്റെ മകളാണ്. ഹി ആൻഡ് ഐ ഹാഡ് ഓൺസ് ഹാർഡ് വേർഡ്സ്. ഒരിക്കൽ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ വിളിച്ചു. ഓൺസ് ഹാഡ് ഹാർഡ് വേർഡ്സ്, വി എക്സ്ചേഞ്ച്ഡ് ഹാർഡ് വേർഡ്സ് ഓൺസ്. ഒരിക്കൽ ഞാനും അനിയനും കൂടെ ഒന്ന് വഴക്കൂടി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു. പക്ഷേ റിക്കൺസിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ആ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. പിന്നെ ആ ആളിനെ കണ്ടില്ല, ചിലപ്പോൾ നമ്മൾ ചീത്തയും പറഞ്ഞ് വിട്ടിട്ടായിരിക്കും, ഒന്ന് സോറി പറയാൻ പോലും പറ്റാതെ അവനാണ് ചിലപ്പോൾ മരിച്ചു പോയിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും വാക്കുകൾ പറയുമ്പം സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്ന് റിപ്പൻറ്റ് ചെയ്യുമോ, അവനെ ഞാനൊരു സോറി പോലും പറഞ്ഞില്ലല്ലോ, യവനെന്തൊരു ജോലിയൊക്കെ അങ്ങ് വിദേശത്ത് പോയി. കേട്ടോ, ഇത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന കഥയാണ്, കേരളത്തിലെ പോലെ ഇരിക്കുന്നില്ലേ. നോക്കുക, ഹി ആൻഡ് ഐ ഹാഡ് ഓൺസ് ഹാർഡ് വേർഡ്സ് ആൻഡ് പാർട്ടഡ്. ഞങ്ങളൊന്ന് വേർപിരിക്കും. അവനോടത്തോട്ട് പോയി, ഞാൻ വേറൊത്തോട്ട് പോയി. ആൻഡ് ഹി ഡൈഡ് ഇൻ ഫോറിൻ ലാൻഡ്സ്. അവന് വിദേശത്ത് എവിടെയോ വെച്ച് മരിച്ചു. അന്ന് വിമാനമോ ഒന്നും ഇല്ലല്ലോ, ഇങ്ങ് കൊണ്ടുവരാനോ, ബോഡിയൊക്കെ മരിച്ചിടത്ത് അടക്കം, അതേ ഉള്ളൂ. ബട്ട് ഫോർ ഹിസ് സേക്ക്, അവന് വേണ്ടി, ഫോർ ഹിസ് സേക്ക്, അവന് വേണ്ടി, അവനെ ഓർത്ത്, ഐ ബ്രെഡ് ഹിസ് ഡോട്ടർ ഡോറ. ബ്രെഡ് തിന്നുന്ന ബ്രെഡല്ല, ബ്രീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നർത്ഥം. BRED, അതിൻ്റെ പാസ്റ്റാണ് ബ്രെഡ്. അവന് വേണ്ടി, അവനെ ഓർത്ത്, ഔട്ട് ഓഫ് മൈ ലവ് ഫോർ ഹിം ഐ ടുക്ക് ദി ചൈൽഡ് ആൻഡ് ഐ ബ്രെഡ് ഹെർ. BRED, ബ്രെഡ്, അവളെ ഞാൻ വളർത്തി, ഇത്രയൊക്കെ ആക്കി. ബ്രെഡ് ഹെർ, ഹിസ് ഡോട്ടർ. ഫോർ ഐ ഹാവ് വിഷ്ഡ് ദിസ് മാരേജ് നൈറ്റ് ആൻഡ് ഡേ. അതുകൊണ്ട് ഞാൻ അവളെ എടുത്തു വളർത്തി, ഇത്രയുമാക്കി. രാവും പകലും ഈ വിവാഹം ഞാൻ സ്വപ്നം കാണുകയാണ്. ഐ വിഷ്, ആൾവേസ് ഐ യൂസ് ടു ഡ്രീം യുവർ മാരേജ് ഡേ ആൻഡ് നൈറ്റ്. നീ എന്നെ അനുസരിക്കണം. ഫോർ മെനി ഇയേഴ്സ്, വർഷങ്ങളായിട്ട് ഞാനത് സ്വപ്നം കാണുകയാണ്. ബട്ട് വില്യം ആൻസേർഡ് ഷോർട്ട്. എ ബ്രീഫ് ആൻസർ വില്യം gave. All on a sudden, no, I can't. She is my sister. I can't. No. The answer was abrupt, without any thought. His brief in answer, but still short. I cannot marry Dora. No. Acha, പറ്റത്തില്ല. Then the old man was wroth. Old man was wroth എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. WROTH. ഇതൊരു അൺഫെമിലിയർ വേർഡായിരിക്കാം പലർക്കും. റാത്ത് എന്നൊരു വാക്കുണ്ട്, WRATH, ആങ്കർ എന്നർത്ഥം. ദി ഓൾഡ് മാൻ വാസ് റോത്ത് മീൻസ് ബിക്കെയിം ആംഗ്രി. കവിതയിലെ വരികൾ ദി ഓൾഡ് മാൻ വാസ് റോത്ത് എന്നാണ്. ദി ഓൾഡ് മാൻ ബിക്കെയിം ആംഗ്രി, മുൻകോപിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറാസ്കിബിളാണ്. ആൻഡ് ഡബിൾഡ് അപ്പ് ഹിസ് ഹാൻഡ്സ്, കൈ രണ്ടും ഉയർത്തി. എന്താണ് നീ പറഞ്ഞത്? കൈ ഉയർത്തി, മുഷ്ടി ചുട്ടി. എന്താ നീ പറഞ്ഞേ? എടാ, ഇൻ മൈ ടൈം എ ഫാദേഴ്സ് വേർഡ് വാസ് ലോ. എൻ്റെ കാലത്ത് അച്ഛൻ്റെ വാക്ക് നിയമമായിരുന്നടാ, ആരും ധിക്കരിക്കില്ല. നീ എന്നോട് എതിർക്കുന്നു. ഹി ഡബിൾഡ് അപ്പ് ഹിസ് ഹാൻഡ്സ് ആൻഡ് സെഡ്, യു വിൽ നോട്ട് ബോയ്. ഇല്ലേ, നീ മാരി ചെയ്യത്തില്ലേ?
നീ വിവാഹം കഴിക്കത്തില്ലല്ലേ? ഞാൻ പറഞ്ഞ പോലെ യു ഡെയർ ടു ആൻസർ ദാറ്റ്. അങ്ങനെ പറയാൻ നിനക്ക് ധൈര്യം വന്നല്ലേ? ഡെയർ ചെയ്യുക, ധൈര്യപ്പെടുക. യു ഡെയർ ടു ആൻസർ ദാറ്റ്. ഇപ്രകാരം പറയാൻ നീ മുതിർന്നോ? നിനക്ക് അതിന് ധൈര്യം വന്നല്ലേ? അത്രയ്ക്ക് ആയി. ബട്ട് ഇൻ മൈ ടൈം മൈ ഫാദേഴ്സ് വേർഡ് വാസ് ലോ. എൻ്റെ കാലത്ത് അച്ഛൻ്റെ വാക്ക് നിയമമായിരുന്നു. ആൻഡ് സോ ഇറ്റ് ഷാൽ ബി നൗ ഫോർ മീ. അതുപോലെ എനിക്കിപ്പോഴും. ഞാൻ പറയുന്ന എൻ്റെ മോൻ കേൾക്കുക, അതേ ഉള്ളൂ. ലുക്ക് ടു ഇറ്റ്. കൺസിഡർ വില്യം. ടേക്ക് എ മന്ത് ടു തിങ്ക്. എന്നെ നോക്കാം. 1 മാസം നീ ചിന്തിക്കുക. ഐ ആം ഗിവിങ് യു 1 മന്ത് ഫോർ തിങ്കിങ്. നിനക്ക് ചിന്തിക്കാൻ 1 മാസം തരികയാണ് ഞാൻ. ലെറ്റ് മീ ഹാവ് ആൻ ആൻസർ ടു മൈ വിഷ്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മറുപടി എനിക്ക് കിട്ടണം. ഓർ, അവിടെയാണോ കണ്ടീഷൻ, ബൈ ദി ലോർഡ് ദാറ്റ് മെയ്ഡ് മീ. എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സത്യം. ദ ലോർഡ് ദാറ്റ് മെയ്ഡ് മീ. ലോർഡ് മീൻസ് ഗോഡ് ദാറ്റ് ക്രിയേറ്റഡ് മീ. എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സത്യം. യു ഷാൽ പാക്ക്. നിനക്ക് പാക്ക് ചെയ്യാം. ദൈവത്തിനാണ് സത്യം. പറഞ്ഞ വാക്കന് 1 മാസം നിനക്ക് സമയം തരികയാണ്. ഇഫ് യു ഡോണ്ട് ബ്രിങ് ആൻ ആൻസർ ടു മൈ വിഷ്, ബൈ ഗോഡ് ഐ എം പ്രോമിസിംഗ്, ബൈ ഗോഡ് ഹൂ ക്രിയേറ്റഡ് മീ. എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സത്യം. യു ഹാവ് നോ പ്ലേസ് ഹിയർ ഇൻ മൈ ഹൗസ്. ഐ വിൽ ഡിസ്ഇൻഹെറിറ്റ് യു. ആഹാരം തരാതിരിക്കുന്നതിനാണ് ഡിസ്ഇൻഹെറിറ്റ്. യു ഷാൽ പാക്ക്. നിനക്ക് പാക്ക് ചെയ്യാം. നെവർ മോർ ഡാർക്കൻ മൈ ഡോർസ് അഗൈൻ. എന്ത് മനോഹരമായിട്ട് നോക്കാം. എൻ്റെ വാതിലിൽ പിന്നെ ഡാർക്കൻ ചെയ്യരുതെന്ന് വെച്ചാൽ നിഴൽ വീഴ്ത്തരുത്. നീ എൻ്റെ വാതിൽ പോലും വരുന്നു. മനോഹരമായ കവിതയാണ്. നെവർ ഡാർക്കൻ മൈ ഡോർസ് അഗൈൻ. പാക്ക് ചെയ്ത് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എൻ്റെ വാതിൽക്കൽ നിന്റെ നിഴൽ വീഴ്ത്തരുത്. എൻ്റെ വാതിലിൽ നിന്റെ നിഴൽ. ഡാർക്കൻ മീൻസ് പുട്ട് യുവർ ഷാഡോ. യു ഷുഡ് നെവർ പുട്ട് യുവർ ഷാഡോ ഓൺ മൈ ഡോർ. നല്ല മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. ഡോർസ് അഗൈൻ. ബട്ട് വില്യം ആൻസേർഡ് മാഡ്ലി. വില്യം ഭ്രാന്തമായി മറുപടി പറഞ്ഞു. ബിറ്റ് ഹിസ് ലിപ്സ്. ചുണ്ട് കടിച്ചുകൊണ്ടാണ്. വിറ്റണം. ബിറ്റ് ഹിസ് ലിപ്സ്. മറുപടി പറഞ്ഞു, നോ. വാട്ട് എവർ യു സേ ഐ കാൺട്ട്. മറുപടി പറഞ്ഞു. ആൻഡ് ബ്രോക്ക് അവേ. അവിടെ നിന്ന് മാറിപ്പോയി. ഇനി അടുത്തെന്ന് വെച്ചാൽ അത് സൈക്കോളജിയാണ്. ഈ പെൺകുട്ടി ഇതുവരെ അവൻ ഒരു വാത്സല്യം അവളോടുണ്ടായിരുന്നു, എൻ്റെ ഇളയ സഹോദരി. പക്ഷെ ഇപ്പോൾ ഇവളെ കാണുമ്പോഴേ എൻ്റെ അച്ഛൻ്റെ ഈ ഒരു ഫേവറിസം കൊണ്ടോ ഇവൾ കാരണമാണല്ലോ അച്ഛനുമായിട്ട് പിണങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇവളെ കണ്ടപ്പോൾ ഇവനിപ്പോൾ ഉണ്ട് ഇവളെ വെറുത്തു തുടങ്ങുക. മനോഹരമായ ലൈനാണ് എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ മോർ ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ദ ലെസ് ഹി ലൈക്ക്ഡ് ഹെർ. ഇംഗ്ലീഷ് ഗ്രാമർ ദ മോർ എന്നൊരു പ്രയോഗമാണ്. ആ കവിതയായപ്പോൾ എന്ത് മനോഹരമായിരിക്കുന്നു. ദ മോർ ഹി ലുക്ക്ഡ് അറ്റ് ഹെർ. കൂടുതൽ അവളെ നോക്കിയപ്പോൾ അവളിങ്ങനെ ചോറുളമ്പാൻ വരുന്നു. അവളെ കാണുമ്പോഴത്തേക്ക് അവനങ്ങ് ഇഷ്ടം കുറഞ്ഞു വന്നു. കൂടുതൽ കാണുമ്പോൾ ഇഷ്ടം കുറഞ്ഞു വന്നു. അതായത് ദ മോർ ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ദ ലെസ് ഹി ലൈക്ക്ഡ് ഹെർ. ഉണ്ടായിരുന്ന സ്നേഹം കൂടി വിപരീത ഫലമാണ് ഉണ്ടായത്. ആ സ്നേഹമെങ്കിലും നിലനിന്ന് പോയനി ഈ അമ്മാവൻ്റെ ദുർവാശി. ദ ലെസ് ഹി ലൈക്ക്ഡ് ഹെർ ആൻഡ് ഹീസ് വേസ് വെർ ഹാർഷ്. അങ്ങനെ അവളോടുള്ള രീതി, പെരുമാറ്റ രീതി വളരെ ഹാർഷായി. ഡോറ ബോർ ദ മീക്ക്ലി എന്നാണ് വരി. ഡോറ വളരെ ഭവ്യതയോടുകൂടി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അതെല്ലാം സഹിച്ചു. കാരണം അവനെ ആരാധിക്കുകയാണ്. അവളെ സംബന്ധിച്ച് എല്ലാം അവനാണ്. അവനൊരിക്കലും അതിനെ വഴങ്ങിയില്ല. അങ്ങനെ ബിഫോർ ദി എൻഡ് ഓഫ് 1 month ഹി ലെഫ്റ്റ് ഹിസ് ഫാദേഴ്സ് ഹൗസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാർഡ് വർക്ക് ചെയ്ത് ശീലമൊന്നുമുള്ളവനല്ല. ഇനി എന്തെങ്കിലും കൂലിപ്പണി ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ ജീവിക്കും? പരിചയമില്ലാത്ത ജോലി ചെയ്താൽ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും. കഠിനമായ ജോലികൾ ചെയ്തിട്ടില്ലാത്ത ബോഡിയാണ്. അച്ഛൻ പാമ്പർ ചെയ്ത് വളർത്തിയതാണ്. പാമ്പർ ചെയ്യുക, കൊഞ്ചിച്ച് ലാളിച്ച് രണ്ടുപേരെ അതുപോലെ തന്നെ അവൾ പിന്നെ വീട്ടു ജോലികളൊക്കെ കൈകാര്യം ചെയ്യും. ഇച്ചിരി പിടിക്കുകയാണ്. ഏതായാലും ബിഫോർ ദി മന്ത് വാസ് ഔട്ട് ഹി ലെഫ്റ്റ് ഹിസ് ഫാദേഴ്സ് ഹൗസ്. അച്ഛൻ്റെ വീട് വിട്ടു. ആൻഡ് ഹയേർഡ് ഹിംസെൽഫ് ടു വർക്ക് വിതിൻ ദി ഫീൽഡ്സ്. വയലുകളിൽ പണിയുണ്ട്. ആ ഗ്രാമ ഏരിയയാണ്. ഇദ്ദേഹത്തിനുണ്ട് ഏക്കർ കണക്കിന് വീറ്റ് ഫീൽഡ് നമ്മുടെ അലന് തന്നെയുണ്ട്. ഇഷ്ടംപോലെ ജോലിക്കാരും അതിനകത്തുണ്ട്. ഒരുപാട് വർക്കേഴ്സുണ്ട്. ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അവിടെ എല്ലാം നടക്കും. ബോർഡറൊക്കെ നോക്കി നടക്കും എല്ലാ ദിവസവും രാവിലെ. അത് നമ്മുടെ പഴയ കാരണവന്മാർ ചെയ്യുന്നത് പോലെ. ഈ ഹയേർഡ് ഹിംസെൽഫ് ടു വർക്ക് ഇൻ ദി ഫീൽഡ്സ് ആണ്.
ഹയർ ചെയ്യുക, വാടകയ്ക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഫോർ ഹയർ ഓട്ടോയിലൊക്കെ എഴുതിയിരിക്കുന്നതാണ്, ഫോർ ഹയർ ചെയ്യുക. ഹയേർഡ് ഹിംസെൽഫ്, അവനെ ഹയർ ചെയ്തു. എന്തിനാണ്? ഫോർ ദി വർക്ക് ഇൻ ദി ഫീൽഡ്സ്. വയലുകളിൽ ജോലി ചെയ്യാൻ അവൻ ഹയർ ചെയ്തു വെച്ചാൽ കൂലിപ്പണിക്ക് പോയി. അവൻ്റെ അധ്വാനം വാടകയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങിച്ചെന്ന് വെച്ചാർത്ഥം കൂലിപ്പണി ചെയ്തു തുടങ്ങി. ഭയങ്കര സമ്പന്നൻ്റെ മകനാണ്. വാട്ട് ഹിസ് ഫേറ്റ് ഈസ്. ആ വിധി നോക്കുക. ഹി ഹയർഡ് ഹിംസെൽഫ് ടു വർക്ക് ഇൻ ദി ഫീൽഡ്. അവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാഡിയല്ല, അതിനുള്ള വ്യത്യാസം. വീറ്റാണ്, ഗോതമ്പാണ്. ദി ഫീൽഡ്സ്. ആൻഡ് ഹാഫ് ഇൻ ലവ്, പകുതി പ്രേമം കൊണ്ടും, പകുതിയൊക്കെ പ്രേമം ഉണ്ടായിരുന്നു വേറെ പെണ്ണിനോടാണ്. ആൻഡ് ഹാഫ് ഇൻ സ്പൈറ്റ്, കുറച്ച് അച്ഛനോടുള്ള വിദ്വേഷം വെച്ച് ഒരു കല്യാണം കഴിച്ച് കാണിക്കണം. വാശിയായി. അലൻ പറഞ്ഞില്ലേ ഡോറയെ കല്യാണം കഴിക്കാൻ, എന്നാൽ എന്ന് കാണിച്ചു കൊടുക്കാം. ഇനി ആഗ്രഹം വെച്ച് പുറത്തുണ്ടല്ലോ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഹാഫ് ഇൻ ലവ്, കുറച്ചവളോട് സ്നേഹം തോന്നി. ഏതോ ഒരു കർഷക പെൺകുട്ടിയാണ്, കർഷക തൊഴിലാളിയുടെ മകളാണ്, പാവപ്പെട്ട കുട്ടിയാണ്, പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരൻ്റെ മോളാണ്. അപ്പോൾ അവർ മരിച്ചും പോയി, ഇവൾ അനാഥയാണ്. അതുകൊണ്ടാണ് അവൻ അവളെ ഇഷ്ടപ്പെട്ടു. പകുതി ഇഷ്ടം കൊണ്ടും. ആൻഡ് ഹാ സ്പൈറ്റ്, ഇവിടെ സ്പൈറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനോടുള്ള വിദ്വേഷമാണ്. ഇവിടെ സ്പൈറ്റ് വിദ്വേഷമാണ്. ഹാഫ് ഇൻ സ്പൈറ്റ് ഹി വൂഡ് ആൻഡ് വെഡ്, അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു. വൂഡ് ആൻഡ് വെഡ് മീൻസ്, വൂഡ് മീൻസ് നൗട്ട്, WW വൂ, പ്രേമിക്കുക, പ്രേമ അഭ്യർത്ഥന നടത്തുക. പ്രേമം അഭ്യർത്ഥന നടത്തുന്നതൊക്കെ വൂ ചെയ്യുക എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വൂഡ് ആൻഡ് വെഡ്, വെഡ് പറയും മാരീഡ്. അവളെ കല്യാണം കഴിച്ചു. നോക്കുക കഥയുടെ നോക്കാം. ഈ ലേബറേഴ്സ് ഡോട്ടർ, ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. അവിടെ പേരാണ് മേരി മോറിസൺ. മേരി മോറിസൺ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. When the bells were ringing, Alan cried. Alan called his daughter. കല്യാണ മണി മുഴങ്ങുമ്പോൾ ഇവിടെ ന്യൂസ് എല്ലാം ജോലിക്കാർ ഇവിടെ വന്ന് കൊടുക്കുന്നുണ്ട്. ഇന്ന് മകൻ്റെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് വെൻ ദി ബെൽസ് വെയർ റിംഗിങ്, പള്ളിയിൽ കല്യാണത്തിൻ്റെ മണി മുഴങ്ങുന്ന സമയത്ത് അലൻ കാൾഡ് ഹിസ് നീസ് ആൻഡ് സെഡ്, അലൻ തൻ്റെ അനന്തരവളെ വിളിച്ചു, ഡോറയെ വിളിച്ചു. ഐ ലവ് യു വെൽ, നീ എൻ്റെ ബ്രദറിൻ്റെ മോളാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇഫ് യു സ്പീക്ക് വിത്ത് ഹിം, ദാറ്റ് വാസ് മൈ സൺ, വാസ് അണ്ടർലൈൻ ചെയ്യുക, എൻ്റെ മോനായിരുന്നവനോട് നീ സംസാരിച്ചാൽ, എൻ്റെ മോനായിരുന്നവനോട് നീ സംസാരിച്ചാൽ, ഇനി സംസാരിച്ചാൽ, ഇഫ് യു സ്പീക്ക് വിത്ത് ഹിം ദാറ്റ് വാസ് മൈ സൺ, വാസ് മൈ സൺ, ഇപ്പോഴല്ല, എൻ്റെ മോനായിരുന്നവനോട് നീ സംസാരിച്ചാൽ, ഓർ ചേഞ്ച് എ വേർഡ്, ഒരു വാക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്താൽ, ഇതാ ആരോടാ? വിത്ത് ഹർ ഹി കാൾസ് ഹിസ് വൈഫ്, അവൻ ഭാര്യ എന്ന് വിളിക്കുന്നവളുണ്ടല്ലോ, വിത്ത് ഹർ ഹി കാൾസ് ഹിസ് വൈഫ്. ഇഫ് യു എക്സ്ചേഞ്ച് എ വേർഡ് വിത്ത് ഹർ ഹി കാൾസ് ദാറ്റ് ഹി കാൾസ് ഹും ഹി കാൾസ് ഹിസ് വൈഫ്, അവൻ ഭാര്യ എന്ന് വിളിക്കുന്നവളോട് നീ ഏതെങ്കിലും ഒരു വാക്ക് അവളോട് സംസാരിച്ചാലും, അവിടെ പറഞ്ഞേക്കാം, ഇഫ് യു സ്പീക്ക് വിത്ത് ഹിം ദാറ്റ് വാസ് മൈ സൺ, ഓർ ചേഞ്ച് എ വേർഡ് വിത്ത് ഹർ ഹി കാൾസ് ഹിസ് വൈഫ്, അവൻ ഭാര്യ എന്ന് വിളിക്കുന്നവളോട് ഒരു വാക്കെങ്കിലും ചേഞ്ച് ചെയ്താൽ, മൈ ഹോം ഈസ് നൺ ഓഫ് യുവേഴ്സ്, എൻ്റെ വീട് നിനക്കുമുള്ളതല്ല, നീയും പുറത്ത് പോകേണ്ടി വരും. യു വിൽ ഹാവ് ടു ലീവ് ദി ഹൗസ് ടു, യു ടു വിൽ ഹാവ് ടു ലീവ് ദി ഹൗസ്, നിനക്കും ഈ വീട് വിട്ട് പോകേണ്ടി വരും. മൈ ഹൗസ് ഈസ് നൺ ഓഫ് യുവേഴ്സ്, മൈ വിൽ ഈസ് ലോ, എപ്പോഴും പറയുന്നത് എൻ്റെ വാക്കാണ് ഇവിടെ നിയമം. മൈ വിൽ, എൻ്റെ ഇച്ഛ, മൈ വിൽ ഈസ് ലോ, എൻ്റെ ഇച്ഛയാണ്, എൻ്റെ ഇഷ്ടമാണ് നിയമം. ആൻഡ് ഡോറ പ്രോമിസ്ഡ്, ഉള്ളിൽ തോന്നിയില്ലെങ്കിലും ഡോറ അമ്മാവൻ്റെ മുമ്പിൽ പ്രോമിസ് ചെയ്തു, ബാക്കി പറയുന്നുണ്ട്. ഉള്ളിൽ പറഞ്ഞു, ഇല്ല, ഉണ്ടാതിരിക്കാൻ പറ്റില്ല, ഉള്ളിൽ പറഞ്ഞു. ഡോറ പ്രോമിസ്ഡ് ബീയിങ് മീക്ക്, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്, ബീയിങ് മീക്ക് മീൻസ് ബീയിങ് സോഫ്റ്റ്, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇല്ല മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. ബട്ട് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. ആ ചിന്തിച്ച കാര്യം കവിതയിൽ ഇൻവേർട്ടഡ് കോമാസിൽ ലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇറ്റ് കനോട്ട് ബി, പറ്റത്തില്ല, മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി, മൈ അങ്കിൾസ് മൈൻഡ് വിൽ ചേഞ്ച്. കുറെ കഴിയുമ്പം എൻ്റെ അങ്കിളിൻ്റെ മനസ്സ് മാറും. മൈ അങ്കിൾസ് മൈൻഡ് വിൽ ചേഞ്ച്. ആൻഡ് ഡേയ്സ് വെന്റ് ഓൺ, ദിവസങ്ങൾ കടന്നുപോയി. ആൻഡ് ദെയർ വാസ് ബോൺ എ ബോയ്, ഒരു മോൻ പിറന്നു.
ആർക്കാണ്? മേരിക്കും, മേരി മോറിസൺ ആൻഡ് വില്യം. There was born a boy to William. വില്യത്തിന് ഒരു കുഞ്ഞ് പിറന്നു. Then distresses came on him. ഇപ്പോഴത്തേക്ക് കഷ്ടപ്പാടുകളായി. കാശ് ഒരുപാട് വേണം, കഠിനാധ്വാനം ചെയ്തു, ഡബിൾ വർക്ക് ചെയ്തു. ബട്ട് ഹീ കുഡ് നോട്ട് മേക്ക് ബോത്ത് ends meet. ഒരു ഫ്രേസാണ്, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അതായത് വരവും ചെലവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുഡ് നോട്ട് മേക്ക് ബോത്ത് ends meet ഇംഗ്ലീഷിലൊരു ഫ്രേസാണ്, ഒരു ഇഡിയമാണ്. അവനോ ആ ബുദ്ധിമുട്ടിലായി. ആരോഗ്യം പൊതുവെ കുറവാണ്, റഫ് ബോഡി അല്ലല്ലോ, റഫ് ലൈഫ് ലീഡ് ചെയ്തിട്ടില്ല. കൂലിപ്പണി, വയൽപ്പണി ഡബിൾ ചെയ്തു. പൈസ വേണം, കുഞ്ഞിനേക്കാൾ ഭംഗിയായിട്ട് വളർത്തണ്ടേ, ഒരു രക്ഷയില്ല. ഡിസ്ട്രസ്സസ്, ദുഃഖങ്ങൾ അവൻ്റെ മേൽ വന്നു വീണു. കെയിം അപ്പോൺ ഹിം. ഡേ ബൈ ഡേ ഹി പാസ്ഡ് ഹിസ് ഫാദേഴ്സ് ഗേറ്റ്. അച്ഛൻ്റെ മനസ്സ് മാറുമോ എന്ന് വിചാരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അതിലേ നടക്കും. എല്ലാ ദിവസവും ഈ തൂമ്പായും സ്പെയ്ഡും പിക്കാക്സും ഒക്കെ വെച്ചുകൊണ്ട് അച്ഛന് അലിവ് തോന്നട്ടെന്ന് വിചാരിച്ചു. ഇവിടെ അലിയും ഉള്ളിലലും ഉണ്ടായിരിക്കാമെങ്കിലും താന്നു കൊടുക്കില്ല ആർക്കും. ഡേ ബൈ ഡേ ഹി പാസ്ഡ് ഹിസ് ഫാദേഴ്സ് ഗേറ്റ്. ആ ഗേറ്റിൻ്റെ കൂടെ പുറത്തോടെ ഇങ്ങനെ നടന്നു പോകും. ബട്ട് ഹാർട്ട് ബ്രോക്കൺ, തകർന്ന ഹൃദയവുമായിട്ടാണ് നടന്നു പോകുന്നത്. പാസ്ഡ് ഹിസ് ഫാദേഴ്സ് ഗേറ്റ് ഹാർട്ട് ബ്രോക്കൺ ആൻഡ് ഹിസ് ഫാദർ ഹെൽപ്ഡ് ഹിം നോട്ട്. അച്ഛനവനെ തിരിഞ്ഞു നോക്കിയില്ല. ബട്ട് ഡോറ, ഡോറയാണ് ഹീറോയിൻ. ഡോറയുടെ മനസ്സ് നോക്കുക. ഒരു ശരിക്കും നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു നാടൻ പെൺകുട്ടിയുടെ മനസ്സ്. വീട്ടിൽ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ധാന്യമുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട്. നമ്മുടെ പലർക്കാണ് പ്രൊവിഷൻസ്. ഇതെല്ലാം പതുക്കെ കുറേശ്ശെ പൊതിഞ്ഞ് കിട്ടി ദിവസവും ഇത് ചെറുക്കൻ്റെ കൈ കൊടുത്തു വിടും. വർക്കേഴ്സ് ഒരുപാട് പേരുണ്ട്. ഷീ സെൻറ്റ് എവറി ഡേ എ പാക്കറ്റ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് കോൺസ്. ധാന്യവും പ്രൊവിഷൻസ് ആൻഡ് കോൺ. അവൾ വാട്ട് എവർ ഷീ കുഡ് ഷീ ഡിഡ്. ഡോറ സ്റ്റോർഡ് വാട്ട് ലിറ്റിൽ ഷീ കുഡ് സേവ്. തനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അവൾ സ്റ്റോർ ചെയ്യും. എല്ലാം കൂടെ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല, അല്പമെങ്കിലും അല്പം, അവർക്ക് പട്ടിണി ഇല്ലാതിരിക്കട്ടെ. സേവ് ആൻഡ് സെൻഡ് ഇറ്റ് ദം ബൈ സ്റ്റെൽത്ത്. ആരും അറിയാത്ത ബൈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു. സ്റ്റീലിയ മോഷ്ടിക്കുക, സ്റ്റെൽത്ത് മോഷണമാണ്. ബൈ സ്റ്റെൽത്ത് എന്നൂടെ പറയുന്നത് വിത്തൗട്ട് ദ നോളജ് ഓഫ് അതേഴ്സ്, വിത്തൗട്ട് ലെറ്റിംഗ് അതേഴ്സ് നോ, വിത്തൗട്ട് ലെറ്റിംഗ് അതേഴ്സ് നോ. മറ്റുള്ളവരറിയാൻ ഇടയാക്കാതെ അമ്മാവനവർക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഒരുത്തനെ വിളിച്ചു. ഒരു ചെറുക്കനെ വിളിച്ചിട്ട് അവൻ ഇതാരോടും പറയേണ്ട, ഇന്നടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. വലിയ ഇതൊന്നുമില്ല, കൃഷിയായിട്ട് ഇടക്കണം. അങ്ങനെ കുറച്ച് സാധനം വാട്ട് എവർ ഷീ കുഡ്, വാട്ട് ലിറ്റിൽ ഷീ കുഡ് സേവ് ഷീ സ്റ്റോർഡ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദം ബൈ സെൽഫ് വിത്തൗട്ട് അതേഴ്സ് നോളജ്. നോർ ഡിഡ് ദേ നോ, അവർക്കും അറിയില്ല ഇവിടെ നിന്ന് സ്ഥാനം വരുന്നുണ്ട്. നോർ ഡിഡ് ദേ നോ ഹൂ സെൻഡ് ഇറ്റ്, ആര് തയച്ചു എന്ന് അവരും അറിയുന്നില്ല. ടിൽ അറ്റ് ലാസ്റ്റ് എ ഫീവർ സീസ്ഡ്. അതുവരെ അറിഞ്ഞില്ല. അവസാനം ഒരു അസുഖം പിടിവിട്ടു. എ ഫീവർ സീസ്ഡ് ദ കോട്ട്. സീസ്ഡ് മീൻസ് കോട്ട്. അസുഖം പിടിവിട്ടു ഓൺ വില്യം. ആൻഡ് ഇൻ ഹാർവസ്റ്റ് ടൈം, കൊയ്ത്ത് സമയമാണ്. ഹി ഡൈഡ്. വില്യം മരിച്ചു. കുഞ്ഞിന് 1 വയസ്സോ 2 വയസ്സോ അങ്ങനെ ആയുള്ളൂ. 2-3 വയസ്സുണ്ടെന്ന് ഈ പറയുന്നുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ട് അവൻ രോഗബാധിതനായി മരിച്ചു. ദെൻ ഡോറ വെന്റ് ടു മേരി. മരണവാർത്ത അറിഞ്ഞു, അടക്കം കഴിഞ്ഞു. അമ്മാവൻ അറിയാതെ ഡോറ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡോറ വെന്റ് ടു മേരി. അവർ തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. മേരി സാറ്റ് ആൻഡ് ലുക്ക്ഡ് വിത്ത് ടീയേഴ്സ് അപ്പോൺ ഹെർ ബോയ്. കൊച്ചിനെ നോക്കി കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. She was shedding tears looking the innocent boy. നിഷ്കളങ്കനായ കുഞ്ഞിനെ, മകനെ നോക്കി കണ്ണീര് ഒഴുക്കിയിരിക്കുകയായിരുന്നു മേരി. ആൻഡ് തോട്ട് ഹാർഡ് തിങ്സ് ഓഫ് ഡോറ. എന്നിട്ട് അവള് ഈ കണ്ണീരൊഴുക്കുന്ന മേരി ഡോറയെക്കുറിച്ച് കഠിനമായ ചിന്തയായിരുന്നു. വിദ്വേഷ ചിന്തകളാണ് ഉള്ളിൽ. അവളാന്നല്ല ഇതിനെല്ലാം കാരണം. ഡോറ പോലും ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറ കത്തില്ല. ഷീ തോട്ട് ഹാർഡ് തിങ്സ് ഓഫ് ഡോറ. ഡോറയെക്കുറിച്ച് വളരെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്.
ഡോറ കെയിം ആൻഡ് സെഡ്. ഡോറ വന്നു മേരിയോട് പറഞ്ഞു, ഞാൻ ഡോറയാണ്. കെയിം ആൻഡ് സെഡ്, ഐ ഹാവ് ഒബേയ്ഡ് മൈ അങ്കിൾ അൺടിൽ നൗ. ടിൽ നൗ, ഇതുവരെ ഞാൻ എൻ്റെ അങ്കിളിനെ അനുസരിച്ചിട്ടുണ്ട്. അൺടിൽ നൗ. ആൻഡ് ഐ ഹാവ് സിൻഡ്. ഞാൻ പാപം ചെയ്തവളാണ്. കാരണം ഞാൻ കാരണമാണല്ലോ ഇത്രയും ട്രാജഡി സംഭവിച്ചത്. ഞാൻ അറിഞ്ഞല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു. ഐ ഹാവ് സിൻഡ്. സിൻ ചെയ്യുക, പാപം ചെയ്യുക. ഫോർ ബിക്കോസ് ഇറ്റ് വാസ് ആൾ ത്രൂ മീ. എന്നിൽ കൂടിയാണല്ലോ ആൾ ദി ഈവിൾ കെയിം. ഈ ദോഷങ്ങളെല്ലാം സംഭവിച്ചത്. ദി ഈവിൾസ് കെയിം. ഐ ഹാവ് സിൻഡ്. ഫോർ മീൻസ് ബിക്കോസ് എന്നാണ്. ഇറ്റ് വാസ് ആൾ ത്രൂ മീ ദിസ് ഈവിൾ കെയിം ഓൺ വില്യംസ് അറ്റ് ഫസ്റ്റ്. ആദ്യമായി വില്യത്തിന് ഈ ദോഷം വന്നത് എന്നിൽ മുഖാന്തരം. ഞാൻ മുഖാന്തരമാണല്ലോ, ഞാൻ അറിഞ്ഞല്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ പാപം ചെയ്തവളാണ്. ബട്ട് മേരി, പക്ഷേ മേരി ഒരു കാര്യം ചെയ്യണം. ഫോർ ദി സേക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് ഗോൺ. പോയവൻ്റെ നന്മയ്ക്ക് വേണ്ടി, വിട പറഞ്ഞ നമ്മുടെ വില്യത്തിന് വേണ്ടി. ഫോർ ദി സേക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് ഗോൺ. ഹു ഈസ് ഗോൺ? ഹു ഹാസ് ഗോൺ? നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആ ആത്മാവിന് വേണ്ടി. ആൻഡ് ഫോർ യുവർ സേക്ക്, ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടിയും. ദ വുമൺ ദാറ്റ് ഹീ ചോസ്. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത പെണ്ണായതുകൊണ്ടാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത പെണ്ണായ ദ വുമൺ ദാറ്റ് ഹീ ചോസ്. അദ്ദേഹം തിരഞ്ഞെടുത്ത ചോസൻ തിരഞ്ഞെടുത്ത പെണ്ണായ നിനക്ക് വേണ്ടിയും പോയ അദ്ദേഹത്തിന് വേണ്ടിയും. ദ വുമൺ ദാറ്റ് ഹീ ചോസ്. ആൻഡ് ഫോർ ഹിസ് ഓർഫൻ. ഈ ഓർഫൻ കുഞ്ഞിന് വേണ്ടി, അനാഥമാക്കപ്പെട്ട, അനാഥയായി പോയില്ലേ, അച്ഛൻ മരിച്ചു. അപ്പോൾ അനാഥയെന്ന അന്നത്തെ അർത്ഥം. കാരണം അമ്മയെക്കാളും ഗാർഡിയൻ, സ്ട്രോങ് ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അന്നത്തെ കാലമാണ്. അപ്പോൾ അച്ഛൻ മരിച്ച കുഞ്ഞിനെ പോലും അന്ന് അനാഥയായിട്ടേ പറയുള്ളൂ. അമ്മയുണ്ടെങ്കിൽ അനാഥ എന്ന് പറയുന്നില്ല. അപ്പോൾ അനാഥമാക്കപ്പെട്ട, അനാഥയായി കുഞ്ഞ്, ഓർഫൻ, അനാഥ ആയ കുഞ്ഞിന് വേണ്ടിയും. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ്? ഫോർ ദി സേക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് ഗോൺ. പോയ ആ മനുഷ്യന് വേണ്ടിയും. ആൻഡ് ഫോർ ദി സേക്ക് ഓഫ് യു ഹീ ചോസ് ഹിസ് വുമൺ. അദ്ദേഹം പെണ്ണായി തിരഞ്ഞെടുത്ത നിനക്ക് വേണ്ടിയും. ആൻഡ് ഫോർ ദി സേക്ക് ഓഫ് ദിസ് ഓർഫൻ ബോയ്. ഈ കുഞ്ഞിന് വേണ്ടി, ഓർഫൻ ബോയ്ക്ക് വേണ്ടിയും പറയുകയാണ്. ഐ കെയിം ടു യു. അതിനാണ് ഞാൻ അടുത്ത് ഞാൻ വന്നത്. യു നോ ദർ ഹാസ് നോട്ട് ബീൻ ഫോർ ദീസ് 5 years. അപ്പം 5 വർഷമായി. ഈ 5 വർഷമായിട്ട് സോ ഫുൾ എ ഹാർവെസ്റ്റ്. ഇത്രയും ഭയങ്കരമായ കൊയ്ത്തുണ്ടായിട്ടില്ല, വിളവെടുപ്പുണ്ടായിട്ടില്ല. അതിഭയങ്കരമായ 100 പേര് വിളവെടുപ്പെടുന്നു. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ മനസ്സിപ്പം നല്ല നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവുണ്ടെങ്കിൽ അപ്പോൾ മനസ്സ് നിറഞ്ഞു നിൽക്കുക. ആ സമയമാണിപ്പോൾ. നമുക്ക് ദുഃഖമാണെങ്കിലും. ഹാർവെസ്റ്റ് ദർ ഹാസ് നോട്ട് ബീൻ ഫോർ ദീസ് 5 years സോ ഫുൾ എ ഹാർവെസ്റ്റ്. ലെറ്റ് മീ ടേക്ക് ദി ബോയ്. ഞാൻ ഈ കുഞ്ഞിനെ എടുക്കട്ടെ. ലെറ്റ് മീ ടേക്ക് ദി ബോയ് ആൻഡ് ഐ വിൽ സെറ്റ് ഹിം ഇൻ മൈ അങ്കിൾസ് ഐ. അങ്കിൾ നടന്നു വരുന്ന ആ വഴിയിൽ ഇവനെ ഞാൻ കൊണ്ടുവന്നിരുത്താം. ഐ വിൽ സെറ്റ് ഹിം ഇൻ മൈ അങ്കിൾസ് ഐ. എമംഗ് ദി വീറ്റ്. നമ്മുടെ ഗോതമ്പുകൾക്കിടയിൽ, വരമ്പിൽ ഇവനെ ഞാൻ കൊണ്ടിരുത്തും. ദാറ്റ് വെൻ ഹിസ് ഹാർട്ട് ഈസ് ഗ്ലാഡ്. ഗ്ലാഡ് മീൻസ് ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ഹൃദയം നല്ല സന്തുഷ്ടമായിരിക്കുന്ന സമയത്ത്, ഓഫ് ദി ഫുൾ ഹാർവെസ്റ്റ്, ഹി മേ സീ ദി ബോയ്. അദ്ദേഹം കുഞ്ഞിനെ കാണും. ആൻഡ് ബ്ലെസ് ഹിം. ഇവനെ ആശീർവദിക്കും, ഇവനെ അനുഗ്രഹിക്കും. ഫോർ സേക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് ഗോൺ. പോയ ആ ആളിന് വേണ്ടി, എന്ന് വെച്ചാൽ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി, ഈ മകൻ്റെ കുഞ്ഞിനെ അദ്ദേഹം ആശീർവദിക്കും, അനുഗ്രഹിക്കും. ആൻഡ് ഡോറ ടുക്ക് ദി ചൈൽഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റോട് മിണ്ടാതിരിക്കുകയാണ്. ഇത്രയും നല്ലവളായിരുന്നോ ഡോറ? അവൾക്കറിയില്ല. ഇതൊരു സ്ത്രീ. അവൾ കൊടുത്തയച്ച സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് അവൾ അറിയുന്നത്. ഇവളാ കൊടുത്തയച്ച കുഞ്ഞിനെ ഇവളങ്ങെടുത്തു. ആൻഡ് വെൻറ്റ് ഹർ വേ അക്രോസ് ദി ഫീൽഡ്. വയൽ കുറുകെ കിടന്നങ്ങ് കൊച്ചിനെ കൊണ്ടങ്ങ് പോയി. ആൻഡ് സാറ്റ് അപ്പോൺ എ മൗണ്ട്. ചെറിയ മൺകൂന പോലെയുണ്ട്. മൗണ്ട് മൺകൂനയാണ്. അതിൻ്റെ പുറത്തേക്ക് കുഞ്ഞുമായിട്ടിരുന്നു. അദ്ദേഹം വരാനുള്ള സമയമാകുന്നുണ്ട്. വൈകുന്നേരത്തെ വരണ്ടാണ്. ദാറ്റ് വാസ് അൺസോൺ. സോ ചെയ്യാൻ വിതയ്ക്കാനാണ്. വിതച്ചിട്ടില്ല, അവിടെ വിതച്ചിട്ടില്ല. ആ മൺകൂനയുടെ പുറത്തൊന്നും വിതച്ചിട്ടില്ല. ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലം ഇട്ടിരിക്കുക. ഇച്ചിരി റൈസ്ഡ് പ്ലേസാണ്. അവിടെ നമ്മൾ പണയെന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇങ്ങനെ കുട്ടിയായിട്ടിരുന്നു. ദാറ്റ് വാസ് അൺസോൺ വേർ മെനി പോപ്പീസ് ഗ്രൂ. അവിടെ ഒരുപാട് പോപ്പി ചെടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. പാഴ്ചെടികൾ, പോപ്പി മരങ്ങളെന്ന് വെച്ച് കഞ്ചാവ് പോലൊരു ലഹരി ചെടിയാണ്. അതിങ്ങനെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാർ ഓഫ് ദി ഫാർമർ കെയിം ഇൻ ടു ദി ഫീൽഡ്. ദൂരെ നിന്നും ഫാർമർ അലൻ ഫീൽഡിലേക്ക് വന്നു. ഡോറ
ആൻഡ് സ്പൈഡ് ഹെർ നോട്ട്. സ്പൈഡ് മീൻസ് ഇവിടെ സോ ഹെർ നോട്ട്, അവളെ കണ്ടില്ല. സ്പൈ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഈ ചാരവൃത്തി നടത്തുക അർത്ഥമാണ്. അന്ന് സ്പൈ ചെയ്യാന്നുള്ളത് പഴയ ഇംഗ്ലീഷിൽ നോക്കുക, കാണുക എന്നൊക്കെ അർത്ഥം. അദ്ദേഹം അവളെ കണ്ടില്ല, നടന്നങ്ങ് പോയി. ഫോർ നൺ ഓഫ് ദം ഹിസ് മെൻ ഡെയർ ടെൽ ഹിം ഡോറ വെയിറ്റഡ് വിത്ത് ചൈൽഡ്. ഡോറ കുഞ്ഞുമായി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. ഒരുപാട് പണിക്കാരെല്ലാം കണ്ടവളെ കൊച്ചുമായിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പണിക്കാരനും നൺ ഓഫ് ദം ഡെയർഡ് ടു ടെൽ ഹിം ദാറ്റ് ഡോറ വെയിറ്റഡ് വിത്ത് ഹിസ് ചൈൽഡ്, വിത്ത് ഹിസ് ചൈൽഡ്. കുഞ്ഞുമായിട്ട് ഡോറ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ ഒരുത്തൻ ധൈര്യപ്പെട്ടില്ല. ഡോറയെ കണ്ടതുമില്ല. അയാൾ ആദ്യത്തെ ദിവസം അങ്ങ് പോവുകയാണ്. ആൻഡ് ഡോറ വുഡ് ഹാവ് റൈസൺ ആൻഡ് ഗോൺ ടു ഹിം. ഡോറ വന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. വുഡ് ഹാവ് പോയേനെ, വുഡ് ഹാവ് റൈസൺ ആൻഡ് ഗോൺ ടു ഹിം. പക്ഷേ പേടി, ഒന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെ കൊണ്ട് അടുത്തോട്ട് അങ്ങ് പോയേനെ. ആൻഡ് ബട്ട് ഹെർ ഹാർട്ട് ഫെയിൽഡ് ഹർ. ഹൃദയം അവളെ പരാജയപ്പെടുത്തി, ധൈര്യം വന്നില്ല എന്നർത്ഥം. ഹെർ ഹാർട്ട് ഫെയിൽഡ് ഹർ മീൻസ് ഷീ ഡിഡ് നോട്ട് ഡെയർ, ഷി വാസ് സോ അഫ്രൈഡ്. ആൻഡ് ദ റീപ്പേഴ്സ് റീപ്ഡ്. കൊയ്ത്തുകാർ ഇങ്ങനെ കൊയ്യുന്നുണ്ട്. ദി സൺ ഫെൽ. സൂര്യൻ അസ്തമിച്ചു. സൺ ഫെൽ മീൻസ് സൺസെറ്റ്. ആൻഡ് ഓൾ ദി ലാൻഡ് വാസ് ഡാർക്ക്. ലാൻഡ് മൊത്തം ഇരുട്ടായി. കുഞ്ഞുമായിട്ട് ഇരിക്കുകയാണ് അവിടെ. അവൾ ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചങ്ങ് വീട്ടിൽ കയറി പോയി. അന്നൊന്നും നടന്നില്ല. ബട്ട് വെൻ എ മോറോ കെയിം, വെൻ ദി മോറോ കെയിം മീൻസ് വെൻ ദി മോർണിംഗ് കെയിം. മോറോ, വെൻ ദി മോർണിംഗ് കെയിം ഷീ റോസ്. അവൾ എഴുന്നേറ്റു. ആൻഡ് ടുക്ക് ദി ചൈൽഡ് വൺസ് മോർ. ഒരിക്കൽ കുഞ്ഞിനെ എടുത്തു. ആൻഡ് സാറ്റ് അപ്പോൺ ദി മൗണ്ട്. വീണ്ടും മൗണ്ടിൽ വന്ന് ഇരുന്നു. ആൻഡ് മെയ്ഡ് എ ലിറ്റിൽ റീത്ത് ഓഫ് ഓൾ ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രൂ എബൌട്ട്. എറൗണ്ട്, എബൌട്ട് മീൻസ് എറൗണ്ട്. പുറത്തെ പൂക്കളൊക്കെ എടുത്തൊന്ന് കുരുത്തു. അവൻ്റെ നെറ്റിയിൽ നിന്ന് അലങ്കരിച്ച് വെച്ചു. ചുറ്റും റീത്ത് പോലെ വെച്ച് നെറ്റിയിൽ ഷീ ടൈഡ് ഇറ്റ് എറൗണ്ട് ഹിസ് ലിറ്റിൽ ഹെഡ്. റീത്ത് ഓഫ് ആൾ ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രൂ എബൌട്ട് ആൻഡ് ടൈഡ് ഇറ്റ് റൗണ്ട് ഹിസ് ഹാറ്റ്. അവൻ്റെ ഒരു ഹാറ്റ് വെച്ചിട്ട് അതിൻ്റെ തൊട്ടുമായിട്ട് വെച്ചു. ടു മേക്ക് ഹിം പ്ലീസിങ്. അവനെ പ്ലീസിങ് ആക്കി കാണാൻ അമ്മാവനൊരു സന്തോഷം വരണം. ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു ഓമനത്വം തോന്നണം. ഇൻ ഹെർ ആംഗിൾസ് ആയി. ദെൻ വെൻ ദി ഫാർമർ പാസ്ഡ് ടു ദി ഫീൽഡ്. ഇയാൾ ഇതിലേ പോവുകയാണ്. പോകുന്ന സമയത്ത് ഹീ സ്പൈഡ് ഹെർ. അദ്ദേഹം അവളെ കണ്ടു. എരിഞ്ഞ നോട്ടം. ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല, ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയവളാണ്. നോക്കി. ആൻഡ് ഹി ലെഫ്റ്റ് ഹിസ് മെൻ അറ്റ് വർക്ക്. നിങ്ങൾ ജോലിക്ക് പോക്കോ, കൂടെ ഉള്ളവരെ അങ്ങ് പറഞ്ഞു വിട്ടു. അവളെ ഫേസ് ചെയ്തു. ലെറ്റ് ഹിസ് മെൻ ഗോ ടു വർക്ക്. ആൻഡ് കെയിം ആൻഡ് സെഡ് വേർ വേർ യു യെസ്റ്റർഡേ. എവിടെ ആയിരുന്നു നീ ഇന്നലെ? വേർ വേർ യു യെസ്റ്റർഡേ. നീ എവിടെ ആയിരുന്നു ഇന്നലെ? ഒരു ചോദ്യമാണ്. ഹൂസ് ചൈൽഡ് ഈസ് ദാറ്റ്. ആരാ കുഞ്ഞാണ് ഇത് എന്ന് ചോദിച്ചു. സോ ഡോറ കാസ്റ്റ് ഹെർ ഐസ് അപ്പോൺ ദി ഗ്രൗണ്ട്. ആണ് നോക്കുക അതിൻ്റെ ആക്ഷൻ. ഇത്രയും നോക്കിയപ്പോൾ അവൾ കണ്ണങ്ങ് താഴ്ത്തി. മുഖം താഴ്ത്തിയില്ലെങ്കിലും ഫേസ് ചെയ്യാൻ വയ്യ, കണ്ണ് മാത്രം താഴ്ത്തി. കാസ്റ്റ് ഹെർ ഐസ് ഡൗൺവേർഡ്. ഡൗൺ കാസ്റ്റ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ദി ഗ്രൗണ്ട് ആൻഡ് ആൻസേർഡ് സോഫ്റ്റ്ലി. പണ്ടേ അവൾ സോഫ്റ്റായിട്ട് സംസാരിക്കും. ദിസ് ഈസ് വില്യംസ് ചൈൽഡ്. വില്യത്തിൻ്റെ കുഞ്ഞായത്. എത്രയും. ആൻഡ് ഡിഡ് ഐ നോട്ട് അലൻ സെഡ് did I not forbid you, Dora? Did I not forbid you? ഞാൻ നിന്നെ വിലക്കിയിരുന്നില്ലേ? ഇല്ലേ? നിന്നെ ഞാൻ വിലക്കിയിരുന്നില്ലേ? ഫോർബിഡ് വിലക്കുക. ഡോറ, നിന്നെ ഞാൻ വിലക്കിയിരുന്നില്ലേ? എന്നിട്ട് നീ എന്നെ ധിക്കരിച്ചു. നീ എന്നെ കൊച്ചാക്കി. എൻ്റെ ആജ്ഞയെ നീ പുല്ല് പോലെ കണക്കാക്കി. ഡോറ സെഡ് അഗെയിൻ. ഡോറ പറഞ്ഞു, ഡു വിത്ത് മീ ആസ് യു വിൽ. അങ്ങേക്ക് എന്ത് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. എന്നെ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. യു ക്യാൻ പണിഷ് ഇൻ വാട്ട് വേ യു ലൈക്ക്. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ശിക്ഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യം, ഈ കുഞ്ഞിനെ കൊണ്ടുപോകണം. ഇതിൻ്റെ അമ്മയ്ക്ക് ഇതിനെ വളർത്താൻ പറ്റില്ല. അങ്ങ് തന്നെ ഇതിനെ വളർത്തണം. ഡു വിത്ത് മീ ആസ് യു വിൽ ബട്ട് ടേക്ക് ദി ചൈൽഡ് ആൻഡ് ബ്ലെസ് ഹിം. ഇവനെ അനുഗ്രഹിക്കണം. ഫോർ ദി സേക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് ഗോൺ. ഈ പോയ ആളിന് വേണ്ടി. ദാറ്റ് ഈസ് ഗോൺ. For the sake of him who has gone from this world. അനുഗ്രഹിക്കണം. And Alan said, I see it is a trick. ഇതൊരു ട്രിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. ആ വൃത്തികെട്ട സ്ത്രീയും നീയും കൂടെ കളിക്കുന്ന ഒരു നാടകമാണിത്. എനിക്കത് മനസ്സിലായി. I see it is a trick. Got up betwixt എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവിതയിൽ. Between you and that woman there. ആ പെണ്ണുമ്പിളയും നീയും കൂടെ കളിക്കുന്ന നാടകമാണ്, ട്രിക്കാണിത്.
ഐ മസ്റ്റ് ബി ടോട്ട് മൈ ഡ്യൂട്ടി. എന്നെ എൻ്റെ ഡ്യൂട്ടി പഠിപ്പിക്കുന്നു അല്ലേ? അതും നീയാൽ ഞാൻ പഠിപ്പിക്കപ്പെടണോ? ആൻഡ് ബൈ യു. എന്നെ പഠിപ്പിക്കുന്നു നീ എൻ്റെ ഡ്യൂട്ടി. എൻ്റെ കർത്തവ്യം എന്താണ്? ഈ കുഞ്ഞിനെ ഞാൻ വളർത്തണം. എൻ്റെ കർത്തവ്യം എന്താണ്? നീ പഠിപ്പിക്കുന്നു, അതും നീ. ആൻഡ് ബൈ യു ഐ മസ്റ്റ് ബി ടോട്ട് മൈ ഡ്യൂട്ടി ആൻഡ് ബൈ യു. യു ന്യൂ മൈ വേർഡ് വാസ് ലോ. എപ്പോഴും അമ്മ പറയുന്നത്, നിനക്കറിയാമായിരുന്നു എൻ്റെ വാക്ക് നിയമമാണെന്ന്. മൈ വേർഡ് വാസ് ലോ. ബട്ട് യെറ്റ് യു ഡെയർഡ് ടു സ്ലൈറ്റ് ഇറ്റ്. അതിനെ പുച്ഛിക്കാൻ നീ ധൈര്യം കാണിച്ചു. എൻ്റെ വാക്കിനെ വെറും പുല്ല് പോലെ കാണാൻ, സ്ലൈറ്റ് ചെയ്യാൻ, പുച്ഛിച്ച് തള്ളാൻ നീ ധൈര്യം ധൈര്യം കാണിച്ചു. വെൽ, ഫോർ ഐ വിൽ ടേക്ക് ദി ബോയ്. ശരി, കുഞ്ഞിനെ ഞാൻ എടുക്കാം. ബട്ട് ഗോ യു ഹാൻസ്. പൊയ്ക്കോണം ഇവിടുന്ന്. ഹാൻസ് മീൻസ് ഗോ അവേ ഫ്രം ഹിയർ. ഗോ യു ഹാൻസ് ആൻഡ് നെവർ സീ മീ മോർ. പിന്നെ നീ എന്നെ കാണരുത്. നെവർ കം ടു മൈ സൈറ്റ്. എൻ്റെ കൺവട്ടത്തിന് വരരുത്. നീ പൊയ്ക്കോ. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. ഐ വിൽ ടേക്ക് ദ ബോയ്. നെവർ സീ മീ മോർ. ഹി ടുക്ക് ദ ഓൾഡ് മാൻ ടുക്ക് ദി ചൈൽഡ് ഹു വാസ് സ്ട്രഗിളിങ് ആൻഡ് ക്രൈയിങ്. പരിചയമില്ലാത്ത ആളല്ലേ അവൻ. ഉഴറുകയും ഞെരിപിരി കൊള്ളുകയും കരയുകയും ചെയ്തു. ദ റീത്ത് ഓഫ് ഫ്ലവേഴ്സ് ഫെൽ അറ്റ് ഡോറാസ് ഫീറ്റ്. കുഞ്ഞിനെ ഇയാൾ പിടിച്ചെടുത്ത് നിൽക്കുമ്പോൾ ഇവൻ തലയാട്ടുകയും ഈ സ്ട്രഗിൾഡ് ചെയ്തപ്പോൾ ഈ റീത്ത് ഓഫ് ഫ്ലവേഴ്സ്, പൂമാല നെറ്റിയിൽ ചുറ്റിയിരുന്നത്, ഇറ്റ് ഫെൽ അറ്റ് ഡോറാസ് ഫീറ്റ്. ഡോറയുടെ കാലിൻ്റെ പാദത്തിലേക്ക് അങ്ങ് വീഴും. ഡോറ അവിടെ നിൽക്കുകയല്ലേ ഇങ്ങനെ. ഷീ ബോഡ് അപ്പോൺ ഹെർ ഹാൻഡ്സ്. അവൾ കൈപൊത്തി ഒന്ന് നിന്നു. ആൻഡ് ദി ബോയ്സ് ക്രൈ കെയിം ടു ഹർ ഫ്രം ദി ഫീൽഡ്. അമ്മാവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോവുകയാണ്. ഇവളിങ്ങനെ സ്തബ്ധയായി നിൽക്കുന്നു. അവൻ്റെ കരച്ചിൽ അവളുടെ ചെവിയിൽ വന്നടിക്കുകയാണ്. ദ ബോയ്സ് ക്രൈ കെയിം ടു ഹർ ഫ്രം ദി ഫീൽഡ്. ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കരച്ചിൽ. മോർ ആൻഡ് മോർ ഡിസ്റ്റൻറ്റ്. ദൂരെ നായി. കുട്ടി അകന്നു പോവുകയാണ്. ഷീ ബോഡ് ഡൗൺ ഹെർ ഹെഡ്. തല ബോഡ് ബെൻഡ് ഡൗൺ. തല കുനിച്ചു. ആൻഡ് വെപ്റ്റ് ഇൻ സീക്രട്ട്. ആരും കാണാതെ അവിടെ നിന്ന് വീപ്പ് ചെയ്യും. വെപ്റ്റ് ഇൻ സീക്രട്ട്. രഹസ്യമയോട് വിമ്മിക്കരഞ്ഞു. വീപ്പ് ചെയ്യുക, വിമ്മിക്കരയുകയാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വെപ്റ്റ്, WEPT. വീണ്ടും വെപ്റ്റ്. വിരുമ്പി കരഞ്ഞു. വെപ്റ്റ്. സോബ് ചെയ്യുക, തേങ്ങിക്കരയുക. ടോയ്സ് എന്ന കവിത എടുത്തപ്പോൾ ആ വാക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. വെപ്റ്റ്, സൈലന്റ് ഇൻ സീക്രട്ട്. ആൻഡ് ദ റീപ്പേഴ്സ് റീപ്ഡ്. കൊയ്ത്തുകാർ കൊയ്തു. ആൻഡ് ദ സൺ ഫെൽ. അന്നും സൂര്യൻ അസ്തമിച്ചു. Now the land was dark. പ്രദേശം മുഴുവൻ ഇരുട്ടായി. She thought of the first day she came to her uncle's house. അങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം വന്ന ദിവസമൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. And the subsequent days her living with Williams and uncle. ആ ഡേയ്സ് എല്ലാം അവളുടെ മനസ്സിലേക്ക് വരികയാണ്. Dora went to Mary's house. അവിടെ പാന. Where else she could go? എവിടെ പോകാനാണ്? കുഞ്ഞിനെയും കൊടുത്തിട്ട് മേരിയുടെ അടുത്ത് പോകണം. ആൻഡ് സ്റ്റുഡ് അപ്പോൺ ദി ത്രെഷോൾഡ്. ത്രെഷോൾഡ്, THRESHOLD, ത്രെഷോൾഡ്. THRESHOLD, ത്രെഷോൾഡ് മീനിങ് വാതായനം, വാതിൽക്കൽ. വാതിൽക്കൽ വന്നു നിന്നു. മേരി അകത്തുണ്ട്. മേരി saw the boy was not with Dora. ഇവളുടെയോടൊപ്പം കുഞ്ഞില്ല എന്ന് മേരി കണ്ടു. കുഞ്ഞു കൂടെ ഇല്ല. She broke out in praise to God. പൊട്ടിക്കരഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞെങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കട്ടെ. ഒരമ്മയ്ക്കും കുഞ്ഞ് വേർപെടുന്നത് സഹിക്കാനാവില്ലെങ്കിലും അവനെ പട്ടിണിക്കിടുന്നത് അതിലും വേദനയാണ്. To let him starve is more painful than deserting him, leaving him to someone else. മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിലേക്കാവും ജീവിക്കട്ടെ, പട്ടിണി ഇറക്കുന്നല്ലോ. അതാ
that helped her in her widowhood. He prayed to God who helped her in her widowhood. വൈധവ്യത്തിൽ വിഡോഹുഡിൽ തന്നെ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു കരഞ്ഞുകൊണ്ട്. And Dora said, ഡോറ പറഞ്ഞു, മൈ അങ്കിൾ took the boy. കുഞ്ഞിനെ എൻ്റെ അങ്കിൾ എടുത്തു. But Mary, let me live and work with you. നിന്നോടൊപ്പം ജീവിച്ച് ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കൂ. Let me live and work with you. Allow me to live and work with you. നിന്നോടൊപ്പം കൂലിപ്പണി ചെയ്ത് നിന്നോടൊപ്പം ജീവിക്കാൻ നീ എന്നെ അനുവദിക്കുക. എന്നെ അവിടെ കേട്ടില്ല. He says he will never see me more. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ഒരിക്കലും ഇനി എന്നെ കാണണ്ട എന്ന് അമ്മാവൻ അങ്കിൾ പറയുന്നു. Then answered Mary. ഉടനെ മേരി പറഞ്ഞു, This shall never be. No, this cannot be. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ആകരുത്. That thou shouldest take my trouble on thyself. Thou means you. You are taking my troubles on yourself. എൻ്റെ ബുദ്ധിമുട്ടുകൾ നീ എടുക്കണം. നീ സമ്പന്നയായ ഒരു വീട്ടിലെ കുട്ടിയാണ്. എൻ്റെ ബുദ്ധിമുട്ടുകൾ പോലെ നീ അത് ഏറ്റെടുക്കുക. അതൊരിക്കലും പാടില്ല. ഇറ്റ് കനോട്ട് ബി, ഇറ്റ് ഷുഡ് നോട്ട് ബി എന്ന് മേരി പറഞ്ഞു. And now I think he shall not have the boy. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട. He should not bring up my boy. He shall not have my boy means he should not bring up my boy. He will teach him cruelty. അവനെയും ക്രൂരനാവാൻ അയാൾ പഠിപ്പിക്കും, പരുക്കനാവാൻ പഠിപ്പിക്കും. വേണ്ട, പട്ടിണിയായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്താം, നമുക്ക് പോയി കുഞ്ഞിനെ എടുക്കാം. He shall not have my boy. He should not bring up my child. For he will teach him hardness. അവനെ ഹാർഡ്നെസ്, പരുക്കൻ സ്വഭാവം അവനെ അയാൾ പഠിപ്പിക്കും. And to slight his mother. അവൻ്റെ അമ്മയെ പുച്ഛിക്കാൻ, എന്നെ സ്ലൈറ്റ് ചെയ്യാൻ, പുച്ഛിക്കാനും അദ്ദേഹം അവനെ പഠിപ്പിക്കും. എന്നെ വെറുക്കാനും പുച്ഛിക്കാനും എൻ്റെ കുഞ്ഞിനെ അദ്ദേഹം പഠിപ്പിക്കും. ദുഷ്ടനാണ് അയാൾ, അല്ലെങ്കിൽ നിന്നെ പുറത്താക്കത്തില്ലല്ലോ. Therefore, thou and I will go. നീയും ഞാനും ഇപ്പം പോകും. Thou and I, you and I will go. And I will have my boy. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങെടുക്കും. And bring him home. അവനെ വീട്ടിൽ കൊണ്ടുവരും. And I will beg of him. അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കും. To take thee back, to take you back. നിന്നെ തിരിച്ചെടുക്കാൻ ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കും. But if he will not take thee back, പക്ഷേ if he will not take you back, അദ്ദേഹം നിന്നെ തിരിച്ചെടുക്കില്ല എങ്കിൽ, എടുക്കുന്നില്ല എങ്കിൽ, then thou and I will, എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ live within one house. ഒരു വീട്ടിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ താമസിക്കാം. And work, എന്നിട്ട് നമുക്ക് ജോലി ചെയ്യാം. For William's child, വില്യത്തിൻ്റെ കുഞ്ഞിന് വേണ്ടി നമുക്ക് ജോലി ചെയ്യാം. എന്നുവരെ, until he grows of age to help us. നമ്മളെ സഹായിക്കാനുള്ള പ്രായം വരെ അവൻ വളരുന്നവരെ. അത് കഴിഞ്ഞ് അവൻ നമ്മളെ സഹായിച്ചോളും, നമ്മളെ സംരക്ഷിക്കുവാൻ അവൻ വളരുന്നവരെ. until he grows of helping us. until he grows of age to help us. നമ്മളെ ഹെൽപ്പ് ചെയ്യത്തക്കൊണ്ടുള്ള പ്രായം വരെ വളരുന്നവരെ, പ്രായത്തോളം അവൻ വളരുന്നവരെ നമുക്ക് രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ താമസിച്ച് അവന് വേണ്ടി അധ്വാനിക്കാം. അദ്ദേഹം നിന്നെ തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ മാത്രം വാ, ഏതായാലും പോയിട്ട് വരാം. സോ ദി വിമൻ കിസ്ഡ് ഈച്ച് അതർ. അവർ രണ്ടുപേരും കൂടെ എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ്, രണ്ടുപേരും കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. ദി വിമൻ കിസ്ഡ് ഈച്ച് അതർ ആൻഡ് സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ടഡ്, പുറപ്പെട്ടു, ഡിപ്പാർട്ടഡ്. സെറ്റ് ഔട്ട് ആൻഡ് റീച്ച്ഡ് ദി ഫാം. അവർ ആ ഫാമിലെത്തി. വലിയ വിശാലമായ ഏക്കർ കണക്കിന് കൃഷിയിടമാണ്, അതിൻ്റെ നടുക്കാണ് വീട്. ദ ഡോർ ഓഫ് ദ ലാച്ച്. ദ ഡോർ വാസ് ഓഫ് ദി ലാച്ച്. സാക്ഷ നീങ്ങി കിടക്കുകയാണ് ഡോറിൽ. കഥകൾ സാക്ഷ ഇട്ടിട്ടില്ല. ലാച്ച് എന്ന് വെച്ചാൽ സാക്ഷ എന്ന അർത്ഥം. പഴയ കഥകൾക്കൊക്കെ ഇപ്പോഴത്തെ പോലെ മെറ്റാലിക്കല്ല, തടി കൊണ്ട് തന്നെ സാക്ഷയുണ്ട്. സാക്ഷ എന്നതിന് പറയും. അതിന് ലാച്ച് എന്നാണ് ഇംഗ്ലീഷ്, LATCH. ഓഫ് ദി ലാച്ച്, സാക്ഷ ഇട്ടിട്ടില്ല, സാക്ഷ മാറി കിടക്കുകയാണ്, അപ്പോൾ അടഞ്ഞിട്ടില്ല. ഓഫ് ദി ലാച്ച്. ദേ പീപ്ഡ്. ആദ്യം അവിടെ എത്തി നോക്കി. PPM എത്തി നോക്കുകയാണ്. ദേ പീപ്ഡ്, PWPED. ആൻഡ് സോ അവർ കണ്ടു.
ദി ബോയ് സെറ്റ് അപ്പ് ബെറ്റ്വിക്സ്റ്റ് ഹിസ് ഗ്രാൻഡ് സയേഴ്സ് നീ. ഗ്രാൻഡ് സയർ മീൻസ് ഗ്രാൻഡ് ഫാദർ. ഒരു വാക്കൂടെ കേൾക്ക്, അപ്പൂപ്പൻ എന്നുള്ളതിന് ഗ്രാൻഡ് സയർ എന്ന് പറയും. GRANDSIRE. ഗ്രാൻഡ് സയറിന്റെ മടിയിലിരിക്കുകയാണ്, അപ്പൂപ്പന്റെ മടിയിലിരിക്കുകയാണ് കുഞ്ഞ്. നീസ് ലാപ്പ്, കാൽമുട്ടിൽ നടുക്ക് കുഞ്ഞിരിക്കുകയാണ്, കാൽമുട്ടിന് ഇടയ്ക്ക് എന്നുവെച്ചാൽ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഹു ട്രസ്റ്റ് ഹിം ഇൻ ദി ഹോളോസ് ഓഫ് ഹിസ് ആം. അദ്ദേഹം തൻ്റെ കൈയുടെ ഹോളോസിൽ ഇങ്ങനെ അവനെ ട്രസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചിരിക്കുക. അവൻ മടിയിലിരിക്കുന്നു, അവൻ്റെ ബോഡി അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ക്ലാപ്ഡ് ഹിം ഓൺ ദി ഹാൻഡ്സ് ആൻഡ് ഓൺ ചീക്സ്. അവൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ അദ്ദേഹം തടവിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പ്രത്യേകം അവർ ഇണങ്ങിക്കഴിഞ്ഞു. ഹു ട്രസ്റ്റ് ഹിം ഇൻ ദി ഹോളോസ് ഓഫ് ഹിസ് ആംസ് ആൻഡ് ക്ലാപ്ഡ് ഹിം ഓൺ ദി ഹാൻഡ്സ് ആൻഡ് ഓൺ ദി ചീക്സ്. അവൻ്റെ കവിളുകൾ, ചീക്സ് കവിളുകളിൽ ഇങ്ങനെ തടവുകയാണ്. ലൈക്ക് ഓൺ ദാറ്റ് ലൗഡ് ഹിം. ആൻഡ് ദി ലാഡ് സ്ട്രെച്ച്ഡ് ഔട്ട് ആൻഡ് ബാബിൾഡ് ഫോർ ദി ഗോൾഡൻ സീൽ ദാറ്റ് ഹങ് ഫ്രം അലൻസ് വാച്ച്. അതിൻ്റെ വാച്ചിൽ നിന്ന് ഒരു ഗോൾഡൻ സ്ലിംഗ് കിടപ്പുണ്ട്. അത് പിടിച്ചുകൊണ്ട് വലിച്ച് ഇരിക്കുകയാണ് കുട്ടി. അവൻ്റെ കുരുത്തക്കേടാണ്, മിസ്സീഫ്. അത് സാറിന് ആമ്പിളർക്ക് കൂടുതലും അയാളുടെ വാച്ചിൽ നിന്നും കിടന്ന ആ ഗോൾഡൻ ചെയിനിലേക്ക് അവനിങ്ങനെ പിടിച്ച് കളിക്കുന്നു. ആൻഡ് സ്പാർക്കിഡ് ബൈ ദി ഫയർ. ആ ഗോൾഡൻ ചെയിൻ അങ്ങനെ ആ ഫയർ നെടിപ്പോടെന്ന് പറയും, മുറിച്ചൂട് വരാനായിട്ട് കത്തിച്ചൊക്കെ അതിലിങ്ങനെ തിളങ്ങുന്നുണ്ട്, സ്പാർക്കിൾ ചെയ്യുന്നുണ്ട്. പോട്ടെ. ദെൻ ദേ കെയിം ഇൻ. ഇവർ എൻ്റെ ഒരു തോക്കം കയറി. But when the boy beheld his mother, beheld means saw, 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 beheld. അമ്മയെ കണ്ട കുഞ്ഞ്, he cried out to come to her. ഭയങ്കര കരഞ്ഞ് അമ്മയുടെ അടുത്തോട്ട് കൈ നീട്ടിക്കൊണ്ട് കരയുകയാണ്. അപ്പോഴവൻ കരഞ്ഞു തുടങ്ങി. ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അമ്മയെ കണ്ടപ്പോഴത്തേക്ക് beheld means saw. He cried out to come to her. ഇങ്ങനെ ഞാൻ പുറത്തേക്ക് വരിക. And Alan set him down. അലൻ എടുത്തവനെ താഴെ നിർത്തി. അമ്മാവൻ കുഞ്ഞിനെ താഴെ നിർത്തി. ആൻഡ് മേരി സെഡ്, അവിടെയാണ് രസം. മേരി അയാളോട് പറഞ്ഞു, ഫാദർ, ഓ ഫാദർ, അല്ലയോ അച്ഛാ, ഇഫ് യു ലെറ്റ് മീ കാൾ യു സോ. ഓ, ഇഫ് യു, അച്ഛാ, അങ്ങനെ വിളിക്കാൻ എന്നെ അനുവദിക്കുന്നെങ്കിൽ അച്ഛാ. അവിടെയാണ് അതിൻ്റെ പഞ്ചിരിക്കുന്നത്. ഓ ഫാദർ, ഇഫ് യു ലെറ്റ് മീ കാൾ യു സോ. അങ്ങനെ വിളിക്കാൻ എന്നെ അനുവദിക്കുന്നെങ്കിൽ, ഇഫ് യു ലെറ്റ് മീ കാൾ യു സോ ഫാദർ. ഐ ഹാവ് നെവർ കെയിം എ ബെഗിങ് ഫോർ മൈസെൽഫ്, എ ബെഗിങ് ഫോർ മൈസെൽഫ്. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി യാചിച്ചു വന്നിട്ടില്ല. ഓർ വില്യത്തിന് വേണ്ടിയും ഞാൻ യാചിച്ച് അങ്ങയുടെ മുമ്പിൽ വന്നിട്ടില്ല അച്ഛാ. ഓർ ദിസ് ചൈൽഡ്, ഈ കുഞ്ഞിന് വേണ്ടിയും യാചിച്ചുകൊണ്ട് വന്നിട്ടില്ല. ബട്ട് നൗ ഐ കം ഫോർ ഡോറ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഡോറയ്ക്ക് വേണ്ടിയാണ്. ടേക്ക് ഹെർ ബാക്ക്. അവളെ തിരിച്ചെടുക്കൂ. ഷീ ലവ്സ് യു വെൽ. അങ്ങയെ അവൾ ഭംഗിയായിട്ട് വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അങ്ങയുടെ അനന്തരവൾ അവളെ തിരിച്ചെടുക്കണം. ഓ സർ, വെൻ വില്യം ഡൈഡ്. ഒരു കാര്യം കേൾക്കൂ. വില്യം മരിച്ചപ്പോൾ ഹി ഡൈഡ് അറ്റ് പീസ്. അവസാന നിമിഷം സമാധാനത്തിലാണ് മരിച്ചത്. വിത്ത് മീ, വിത്ത് ഓൾ മെൻ. ആരോടും വഴക്കില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, വിത്ത് മാലിസ് ടു വേസ് നൺ. ആരോടും വിദ്വേഷമില്ലാത്ത ഹൃദയത്തോടെ മരിച്ചു. ഐ ആസ്ക്ഡ് ഹിം ആൻഡ് ഹി സെഡ് ഹി കുഡ് നോട്ട് എവർ റൂ ഹിസ് മാരിയിങ് മീ. നല്ലൊരു പോയിന്റാണ്. ഞാൻ ചോദിച്ചപ്പം എന്നെ വിവാഹം കഴിച്ചതിന് ഒരിക്കലും ഖേദമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം അച്ഛനെ ധിക്കരിച്ചതിലും അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിച്ചതിലും വിഷമമുണ്ടെന്നും പറഞ്ഞു. എന്നെ വിവാഹം കഴിച്ചതിൽ പശ്ചാത്താപമോ ഖേദമോ ഇല്ല, പക്ഷേ അച്ഛനെ ധിക്കരിച്ചതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഹി കുഡ് നോട്ട് എവർ റിഗ്രറ്റ് ഹിസ് മാരിയിങ് മീ. റൂ മീൻസ് ദി റിഗ്രറ്റ്. ഐ ഹാവ് ബീൻ എ പേഷ്യൻ്റ് വൈഫ്. കാരണം ഞാൻ ക്ഷമയുള്ളൊരു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്. ബട്ട് സർ, ഹി സെഡ് ദാറ്റ് ഹി വാസ് റോങ് ടു ക്രോസ് ഹിസ് ഫാദർ. ദാസ് അച്ഛനെ ഇങ്ങനെ പിണക്കിയത് തൻ്റെ തെറ്റാണെന്നും മരിക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞു. ഗോഡ് ബ്ലെസ് ഹിം. മരിക്കുന്ന നേരത്ത് പറഞ്ഞു, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻഡ് മേ ഹി നെവർ നോ ദി ട്രബിൾസ് ഐ ഹാവ് ഗോൺ ത്രൂ. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ ഒരിക്കലും അറിയാതിരിക്കട്ടെ. മേ ഹി നെവർ നോ ദി ട്രബിൾസ് ഐ ഹാവ് ഗോൺ ത്രൂ.
ഞാൻ ഗോൺ ത്രൂ മീൻസ് സഫർ, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എൻ്റെ അച്ഛൻ അറിയാതിരിക്കട്ടെ, അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മരിക്കും മുമ്പ് പറഞ്ഞു. Then he turned to his. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഒന്ന് തിരിഞ്ഞു, മുഖം ഒന്ന് തിരിച്ചു. ആൻഡ് passed away. അങ്ങനെ മുഖം തിരിച്ച് അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അദ്ദേഹം അറിയാതിരിക്കട്ടെ എൻ്റെ ബുദ്ധിമുട്ടുകൾ, അതൊന്നും പോലും വേദനയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. അൺഹാപ്പി ദാറ്റ് ഐ ആം. അങ്ങനെ ഞാൻ ദുഃഖിതയാണ്. ബട്ട് നൗ സർ ലെറ്റ് മീ ഹാവ് മൈ ബോയ്. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോട്ടെ. കാരണം യു വിൽ മേക്ക് ഹിം ഹാർഡ്. അവനെ പരുക്കനാക്കി അങ്ങ് വളർത്തിയാൽ അങ്ങ് അവനെ ഹാർഡാക്കും. പട്ടിണിയെങ്കിലും എങ്ങനെയും ഞങ്ങൾ ജീവിക്കും. ആൻഡ് ഹി വിൽ ലേൺ ടു സ്ലൈറ്റ് ഹിസ് ഫാദേഴ്സ് മെമ്മറി. സ്വന്തം അച്ഛൻ്റെ ഓർമ്മകളെ അവജ്ഞയോടുകൂടി കാണാൻ, വെറുക്കുവാൻ അവൻ പഠിക്കും, അല്ലെങ്കിൽ അങ്ങ് പഠിപ്പിക്കും. അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെ പോലും പുച്ഛിക്കാൻ അങ്ങ് അവനെ പഠിപ്പിക്കും. ആൻഡ് ടേക്ക് ഡോറ ബാക്ക്. ഡോറയെ തിരിച്ചെടുക്കൂ. ആൻഡ് ലെറ്റ് ഓൾ ദിസ് ബി ആസ് ഇറ്റ് വാസ് ബിഫോർ. എല്ലാം നേരത്തെ പോലെ ആയിക്കോട്ടെ. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തിരിക്കട്ടെ. ഡോറ അങ്ങയോടൊപ്പം ജീവിക്കട്ടെ. സോ മേരി സെഡ്. മേരി അപ്രകാരം പറഞ്ഞു. ആൻഡ് ഡോറ ഹിഡ് ഹെർ ഫേസ്. മേരിയുടെ പുറവിലേക്ക് ഡോറ സ്വന്തം മുഖം മറച്ചു. ഹിഡ് എന്നാണ് നമ്മളിങ്ങനെ മേരിയാൽ മുഖം മറച്ചു. ഹിഡ് ഹെർ ഫേസ് ബൈ മേരി. മേരിയാൽ മുഖം മറച്ചു വെച്ചാൽ മേരിയുടെ പുറകോട്ട് കയറുന്നത് അങ്ങനെ കാണാൻ താങ്ങാൻ വയ്യ. അവൾക്കും കരച്ചിൽ വെങ്ങുകയാണ്. There was a silence in the room. ഒരു നിമിഷത്തെ നിശബ്ദത. And all at once the old man burst out in sobs. ഞാൻ പറഞ്ഞു, വിമ്മിക്കറിയുക. ഒരു ഏങ്ങലടിച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഈ മനുഷ്യൻ the old man burst out tears in sobs. വിമ്മി ഉറക്കെ കരയുകയാണ്. കരഞ്ഞേ പറ്റൂ. പൊട്ടിക്കരഞ്ഞു. I have been to blame. എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എന്നെ കുറ്റപ്പെടുത്തണം. എന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഐ ഹാവ് ടു ബി ബ്ലെയിം. എന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ദൈവമേ, ഐ ഹാവ് കിൽഡ് മൈ സൺ. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നേ. ഐ ഹാവ് കിൽഡ് മൈ സൺ. ഞാൻ എൻ്റെ മോനെ കൊന്നു. എന്നെ കുറ്റം പറഞ്ഞ് ഞാനാണ് തെറ്റുകാരൻ. ഐ ഹാവ് കിൽഡ് ഹിം ബട്ട് ഐ ലവ്ഡ് ഹിം. കേട്ടോ മൈ ഡിയർ സൺ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, പക്ഷേ ഞാൻ നിന്നെ കൊന്നു. പക്ഷെ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഐ ഹാവ് ലവ്ഡ് ഹിം. മേ ഗോഡ് ഫോർഗിവ് മീ. ദൈവം പൊറുക്കട്ടെ. ഐ ഹാവ് ബീൻ ടു ബ്ലെയിം. എന്നെ കുറ്റം പറഞ്ഞാൽ മതി. കിസ് മീ മൈ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ എന്നെ വന്ന് കിസ് ചെയ്യൂ എന്ന് ഇവരോട് പെൺകുട്ടികളോട് പറയും. അവർ വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂങ്ങി. ഒരാൾ ഒരു സൈഡിലും മേരിയും ഡോറയും ഓരോ സൈഡിൽ വന്ന് കഴുത്തിലേക്ക് തൂങ്ങി. ക്ലങ് ചെയ്യാൻ പറ്റി പിടിക്കുക. ക്ലങ് പാസ്റ്റാണ്. ക്ലങ് അബൌട്ട് ദി ഓൾഡ് മാൻസ് നെക്ക്. കഴുത്തെ വന്നങ്ങ് പറ്റി പിടിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. ആൻഡ് കിസ്ഡ് ഹിം മെനി ടൈംസ്. പ്രാവശ്യം അമ്മാവന് ഉമ്മ കൊടുത്തു. കിസ്ഡ് ഹിം മെനി ടൈംസ്. പ്രാവശ്യം ഉമ്മ കൊടുത്തു. ആൻഡ് all the man was broken with remorse. ഖേദം കൊണ്ട് ആകെ തകർന്ന് പൊട്ടി, ഹൃദയം പൊട്ടി നിൽക്കുകയാണ് ഈ മനുഷ്യൻ. ബ്രോക്കണായി. റിമോഴ്സ്, അതിയായ ഖേദം, തീവ്ര ദുഃഖം. റിമോഴ്സ്, തീവ്ര ദുഃഖത്താൽ പൊട്ടി നിൽക്കുകയാണ്. ആൻഡ് ഫോർ 3 hours, പിന്നെ ഉള്ള ഒരു 3 മണിക്കൂർ ഹി സോബ്ഡ് ഓവർ വില്യംസ് ചൈൽഡ്. കുഞ്ഞിനെ വെച്ചുകൊണ്ട് അയാൾ തേങ്ങി കരഞ്ഞു. കുഞ്ഞിനെ വില്യംസ് ചൈൽഡ്, വില്യത്തിൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടാണ് 3 മണിക്കൂർ അയാൾ തേങ്ങി ആർക്കും അടക്കാൻ പറ്റുന്നില്ല. തേങ്ങി കരഞ്ഞു. തിങ്കിങ് ഓഫ് വില്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വില്യത്തിൻ്റെ കുഞ്ഞിനെ വെച്ച് അദ്ദേഹം 3 മണിക്കൂർ കരഞ്ഞു. സോ those 4 aboard lived. ഒരു 4 പേരും ജീവിച്ചു. ഡോറ, അലൻ, മേരി, കുഞ്ഞ്, 4 പേരും കൂടെ ജീവിച്ചു. aboard within one house together. ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു. And as years passed, as years went forward, വർഷങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മേരി took another mate. മേരി മറ്റൊരിണയെ സ്വീകരിച്ചു. മേരി മാരീഡ് അഗെയിൻ. നോക്കുക, മേരി വേറെ വിവാഹം കഴിച്ചു. ബട്ട് ഡോറ lived unmarried till her death. മരണം വരെ ഡോറ അവിവാഹിതയായി ജീവിച്ചു. ഇതാണ് നമ്മുടെ ഡോറ എന്ന കഥ. ഇതിൽ നിന്ന് നമ്മൾ
കേരളത്തിലെ അതേ ഒരു അറ്റ്മോസ്ഫിയറാണ് അന്ന് അവിടെ നിലനിന്നിരുന്നത്. അവിടുത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും നേരം ഇത് കേട്ട് പഠിച്ച് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്രേഡ് മീഡിയയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ മീഡിയയിൽ കൂടി തന്നെ തരുന്നതായിരിക്കും. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നമസ്കാരം.